ഓം ഹരിശ്രീ ഗണപതയേ നമ. അഭിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഓം ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ. എല്ലാ ദൈവമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഈശ്വരകൃപയും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോക സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭഗവത്ഗീത കുറച്ച് നോക്കാം. എല്ലാ മക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത് സകല പ്രാണികൾക്കും യാതൊരു ആത്മനിഷ്ഠയാണ് രാത്രി പോലെ ആകുന്നത്. അപ്പോൾ പ്രാണികളെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ആത്മീയമായ അറിവില്ലായ്മ കൊണ്ടാണ് അങ്ങനെ പ്രാണികളെന്ന് പറയുന്നത്. അല്ലാതെ മറ്റ് ജീവജാലങ്ങൾക്കൊന്നും ആത്മനിഷ്ഠ അറിയില്ലല്ലോ. അതുകൊണ്ട് ആത്മനിഷ്ഠ ഇല്ലാത്ത ഈ ലോക ചിന്ത ഉള്ളവരാണ്, അവർക്കുള്ള ആത്മനിഷ്ഠയാണ് രാത്രി പോലെ ആകുന്നത്. കാരണം ഇവിടെ ഒരു ജ്ഞാനി, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ച ഒരു വിദ്വാൻ, ഒരു സന്യാസി ആത്മനിഷ്ഠയിൽ ഉണർന്നിരിക്കുമ്പോൾ ഈ ലോക ജീവികൾ എന്ത് വരും? അവർക്ക് അന്നേരം ഉറങ്ങും. അവർക്കത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ്. നല്ല അതായത് അതിന് എളുപ്പം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സപ്താഹം നടക്കുന്നു. അവിടെ ആത്മനിഷ്ഠ ആയിട്ടുള്ള ഒരു സന്യാസിയുടെ, ഒരു സ്ത്രീ ആയാലും ഒരു പുരുഷനായാലും ആത്മീയമായ അറിവുള്ള ഒരാൾ അവിടെ ചെന്നിരുന്ന് കേൾക്കാൻ താല്പര്യത്തോടുകൂടി ഉണർന്നിരുന്ന് കേൾക്കും. അത്ര ആനന്ദമായിരിക്കും. ഉണർന്നിരുന്നാന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് ഉറങ്ങുന്നതല്ല എൻ്റെ അർത്ഥം, ഉള്ളത്തിൽ ആനന്ദം അനുഭവിച്ച് കേട്ടോണ്ടിരിക്കും. അതേസമയം ആത്മീയമായ അറിവില്ലാത്ത അജ്ഞാന ദശയിലുള്ള ഈ ലോക ചിന്തയുള്ളവർ, ഇന്ദ്രിയങ്ങളെ അടക്കാത്തവർ, ഈ ഭോഗസുഖങ്ങൾ, ഈ ലോകത്തിൻ്റെ പുറമേ ജീവിക്കുന്നവർ കാണുമല്ലോ. അവിടെ ചെന്ന് എല്ലാവരും കേൾക്കാൻ ഇരിക്കുമല്ലോ. പോയല്ലേ പറ്റൂ. കാരണം എല്ലാവരും അവിടെ ചെന്ന് എല്ലാവർക്കും ഒപ്പം പോകും. പക്ഷേ ആത്മനിഷ്ഠ ഇല്ലാതാണല്ലോ അവർ ചെല്ലുന്നത്. അത് ആത്മീയമായ പ്രഭാഷണം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാകത്തില്ല. അവർ ഈ ലോക ജീവിതത്തിൽ മാത്രമേ അവർക്ക് അറിയൂ. അതുകൊണ്ട് എന്താ ഈ പറയുന്നതെന്നോ ആത്മീയത്തിൽ പറയുന്നതെന്നോ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയാത്തതുകൊണ്ട് എന്ത് വരും? അവരുടെ മനസ്സെപ്പോഴും ഈ ലോക ചിന്തയിലേക്കായിരിക്കും ഇരിക്കുന്നത്. കാരണം അവിടെ ഇരിക്കുകയും ചെയ്യും, മറ്റ് ചിന്തയായിരിക്കും. അപ്പോൾ അങ്ങനെ കേട്ടിരുന്ന് അവർ അവിടെ ഇരുന്നെങ്കിൽ മനസ്സിനകത്ത് ഉറക്കം വരും. കണ്ണ് തുറന്നിരിക്കും, പക്ഷേ ഉള്ളം ഉറങ്ങിയിരിക്കും. അതേസമയം ആത്മജ്ഞാനാണെങ്കിലോ സന്തോഷം കൊണ്ട് ഇത് ഒരിക്കലും തീരല്ലേ, ഈ പ്രഭാഷണം ഇനിയും കേൾക്കണം എന്ന് പറഞ്ഞ് പരീക്ഷത്ത് മഹാരാജാവ് എങ്ങനെയായിരുന്നു സുഖമഹാമന്യത്ത് ഇനിയും പറയണം, ഇനിയും കേൾക്കണം. എന്താ താല്പര്യം? അത് ആ ഉള്ളിലെ ആത്മീയമായ നിറവാണ്. അതാണ് ഇവിടെ പറയുന്നത്. ഒരു മുനി ഉണർന്നിരിക്കുമ്പോൾ, ആത്മനിഷ്ഠയിൽ ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ ഉണർന്നിരിക്കുമ്പോൾ, സാധാരണ അങ്ങനെ അല്ലാത്ത ഈ ലോക ജീവികൾ, ഈ ലോകത്തിൽ അജ്ഞാന ദശയാണല്ലോ ഈ ലോകം, അറിവില്ലായ്മ. അജ്ഞാനം എന്ന് വെച്ചാൽ അറിവില്ലായ്മ. എന്തറിവില്ലായ്മ? ഈ ലോകത്തിലുള്ള സുഖത്തിന് വേണ്ടിയുള്ള വിദ്യ അല്ല, ആത്മീയമായ വിദ്യ ഇല്ലാത്തവർ ഉറങ്ങിയിരിക്കും. അവർക്ക് ഉണർവുണ്ടാവത്തില്ല. പ്രഭാഷണം കേട്ടാൽ അവർക്ക് എത്രയും പെട്ടെന്ന് തീർന്നെങ്കിൽ പോകാമായിരുന്നു എന്നും പറഞ്ഞിരിക്കും. മറ്റുള്ളവരാണെങ്കിൽ ഒരിക്കലും തീരല്ലേ, സമയം ഇനിയും കേൾക്കണം, ഇന്ന് ഇതിനകത്ത് എത്ര മക്കളായി ഇത് എപ്പോഴും കേൾക്കാൻ ഇടവരണേ. അങ്ങനെയാണല്ലോ ഓരോരുത്തരും ഇങ്ങനെ കമൻസ് ചെയ്യുന്നത്. അമ്മയെ കേട്ടത് പോരാ, മതിയാകുന്നില്ല, ഇനിയും കേൾക്കണം. അതും വലിയ ധ്യാനത്തിലേക്ക് ഓരോ മക്കൾ എന്നെ വിളിക്കാറുണ്ട്. ആത്മീയമായ ധ്യാനത്തിൽ കൂടെ കാണുന്ന കാഴ്ചകളൊക്കെ അവരെന്നോട് പറയാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മക്കൾക്ക് ഉണർവുണ്ടാവും. അവർക്ക് കേട്ടത് പോരാന്ന്. അപ്പോൾ ഇത് അവസ്ഥ ഇതാ ഇതിൽ പറയുന്നത്. ആത്മീയമായ നിറവുള്ളവർ, അത് ഈ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കിയവരാണ്. അവർക്ക് ഈ ലോകചിന്തയിലേക്ക് പോലെ കേട്ടത് പോരാ, ആത്മീയമായ പ്രഭാഷണം കേട്ടാൽ പോരാ. അതുപോലെ ഭഗവത്ഗീത വായിച്ചാലും ഭാഗവതം വായിച്ചാലും തീരാതങ്ങ് മടുക്കാതെ വായിച്ചുകൊണ്ടിരിക്കും. സമയം പോകുന്നത് അറിയത്തേയില്ല. അങ്ങനെയാണ്. എനിക്കങ്ങനെ ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ 30, 35, 40 വയസ്സിനകത്തൊക്കെ എത്ര വായിച്ചാലും അതിനുശേഷം അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ കുറച്ചാളുടെ വിശ്രമമൊക്കെ തന്നെയാണ്. ഇതുപോലെ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ ഇടുന്നെന്നുള്ളതേ ഉള്ളൂ. അതാണ് പറഞ്ഞാൽ അന്ന് നമ്മൾ സമ്പാദിച്ച് വെച്ചാൽ നമുക്ക് വിശ്രമിക്കാം. പിന്നെ ഇപ്പോൾ നമുക്ക് എപ്പോഴും നമ്മളിൽ നമുക്ക് ഉണർവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് യഥാർത്ഥം നമുക്ക് നേടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വിശ്രമിക്കാമല്ലോ. അങ്ങനൊരു വിശ്രമം. കാരണം എല്ലാത്തിനും ഒരു പെൻഷൻ ഉണ്ടല്ലോ. അതുപോലെ എപ്പോഴും നമുക്കത് എപ്പോൾ വേണമെങ്കിലും നമ്മളിൽ ഉണ്ട്, അത് നഷ്ടപ്പെട്ട് പോവുമല്ല. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ആയാലും നമ്മൾ ചെയ്യുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. സകല പ്രാണികൾക്കും യാതൊരു ആത്മനിഷ്ഠ രാത്രി പോലെ ആകുന്നത്. ആത്മീയമായ കാര്യങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് രാത്രിയാണ് എന്നുവെച്ചാൽ അതിന് അർത്ഥം എന്താ? ഉണർവില്ല. ആത്മനിഷ്ഠയിൽ ജിതേന്ദ്രിയവനായ വിവേകി അപ്പോഴും ഉണർന്ന് ബോധത്തോടു കൂടി ഇരിക്കുകയും ചെയ്യും.
അദ്ദേഹത്തിന് കണ്ണ് തുറന്നവരിക്കും ഉണർന്നവരിക്കും ചിലപ്പോൾ കണ്ണ് അടഞ്ഞിരുന്നാലും ഉണർന്നായിരിക്കുന്നത്. ഞാനിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ എന്താ കണ്ണടച്ച് വെച്ചത്, എൻ്റെ ഉണർന്ന് തന്നെ ആയിരിക്കുന്നത്. ഞാനത് ശ്രദ്ധിച്ച് ഉള്ളത്തിലേക്ക് തന്നെ ഇഴിഞ്ഞിറങ്ങിക്കൊണ്ടാണ് പറയുന്നത്. അതുകൊണ്ട് എൻ്റെ കണ്ണ്, അതുകൊണ്ട് ഒരു ആത്മജ്ഞാനിയുടെ ഉണർന്നിരിക്കും. അതേസമയം ഈ ആത്മജ്ഞാനം കേൾക്കുമ്പോൾ മറ്റ് ഈ ലോക ചിന്ത ഉള്ളവർക്കാണെങ്കിലോ കണ്ണ് തുറന്നിരിക്കുകയും ഉറങ്ങുകയും ചെയ്യും. ആ 2 തരമാണ് ഇതിവിടെ പറഞ്ഞത്. അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ചതാണ്. നമുക്ക് 70ാമത്തെ അത് യാതൊരു വിഷയനിഷ്ഠയിൽ അജ്ഞാനദശയിൽ പ്രാണികൾ ഇരിക്കുന്നുവോ ആ അജ്ഞാനാവസ്ഥ വിഷയനിഷ്ഠ ആത്മതത്വത്തെ ദർശിക്കുന്ന മുനിക്ക് രാത്രിയാകുന്നു. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, സിനിമ കണ്ടിരിക്കുന്ന ഈ ലോകത്തിലെ വ്യക്തികൾക്ക് അപ്പോൾ അവർ ഉണർന്നിരിക്കും, പക്ഷെ ഒരു മുനി അപ്പോൾ ഉറങ്ങും. അവർക്ക് അത് താല്പര്യമില്ല. എന്താ, ഇന്ദ്രിയങ്ങളെ അടക്കി കഴിഞ്ഞു. ഈ ലോക ചിന്തയിലേക്കുള്ള ഇന്ദ്രിയങ്ങളൊന്നും അദ്ദേഹത്തിനില്ല, എല്ലാം പിൻവലിച്ചു. എന്താ, ഉള്ളത്തിലേക്ക് വലിച്ചു വെച്ചു, ഇന്ദ്രിയങ്ങളെ നിഗ്രഹിച്ചു. സിനിമ കാണുന്നതോ ഈ ലോക ചിന്തയിലേക്കുള്ള യാതൊന്നിനും ആഗ്രഹം ഉണ്ടാവത്തില്ല. ഒരു സിനിമ കാണാനോ ഒരു കാഴ്ച കാണാൻ പോകാനോ ടൂറിന് പോകാനോ ഇങ്ങനെ യാതൊന്നിനും നല്ല ഒരുപാട് കാര്യങ്ങളായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കണമെന്നോ ഇതൊന്നും ചിന്ത വരത്തില്ല. ഒന്നിനും ആഗ്രഹം ഉണ്ടാകത്തില്ല. ഈ ലോകത്തിലേക്കുള്ള ആഗ്രഹം എവിടേക്കാണ്? ഉള്ളിലേക്കാണ്. കാരണം ഇന്ദ്രിയങ്ങളെല്ലാം ഉള്ളിലേക്ക് വലിച്ചു. അല്ല, ആമ എങ്ങനെ കൈയും തലയൊക്കെ അകത്തേക്ക് ഇടുന്ന അതുപോലെ അങ്ങനെയുള്ള ഒരാൾക്ക് പിന്നെ ഈ ലോകത്തിലേക്കുള്ള യാതൊന്നിനും ഉണർന്നിരിക്കത്തില്ല. ഈ ലോക ചിന്തകളുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ലോകത്തിലേക്കുള്ള കാഴ്ചകൾ കാണുമ്പോൾ, കോമഡി സിനിമ ഇതൊക്കെ കാണുമ്പോൾ അവർക്ക് താല്പര്യം ഉണ്ടാകും. ടൂറിന് പോകാനും ഈ ലോകത്ത് എന്തൊക്കെ നടക്കുന്നതൊക്കെ അതിനെല്ലാം ആഗ്രഹങ്ങൾ വരുന്നില്ല ആത്മജ്ഞാനം അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇവിടെ പ്രാണികൾ ഉണർന്നിരിക്കുമ്പോൾ ഒരു ജ്ഞാനി ഉറങ്ങും. ജ്ഞാനി ഉണർന്നിരിക്കുമ്പോൾ ഇവിടെയുള്ള സാധാരണക്കാരായ ഈ ലോക ജീവികൾ ഉറങ്ങിയിരിക്കും. രണ്ടും രണ്ടവസ്ഥയാണ്. അത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചതാണ്. നമുക്ക് 70ാമത്തെ വായിക്കാം. 2-ാം അധ്യായം സാംഖ്യയോഗത്തിലെ 7ാമത്തെ ശ്ലോകം. ആപൂര്യമാണവചലപ്രതിഷ്ഠം സമുദ്രമാപ പ്രവിശന്തി യദ്വൽ തത്വൽ കാമായം പ്രവിശന്തി സർവേ സശാന്തി വാപ്നോതി ന കാമകാമി. ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും സ്ഥിരമായി നിൽക്കുന്നതുമായ സമുദ്രത്തിൽ. അപ്പോൾ സമുദ്രം എങ്ങനെയുള്ളത് ആദ്യം മനസ്സിലാക്കുക. സമുദ്രം എപ്പോഴും നിറഞ്ഞിരിക്കുക, ജലം കൊണ്ട് നിറഞ്ഞിരിക്കുക, അവിടെ ഒരു കുറവുമില്ല, എപ്പോഴും നിറഞ്ഞിരിക്കുകയും ചെയ്യും, സ്ഥിരമായി നിൽക്കുകയും ചെയ്യും. സ്ഥിരമായി നിൽക്കുക വെച്ചാൽ എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ എല്ലാം സമുദ്രം എപ്പോഴും ഒരുപോലെ തന്നെ നിൽക്കുന്നത്. അവിടെ ഏറ്റക്കുറച്ചിലുണ്ടെന്നേ തോന്നില്ല. വെള്ളം ഇപ്പോൾ കൂടുതലുണ്ടെന്നോ ഇപ്പോൾ കുറവുണ്ടെന്നോ തോന്നുന്നു. എപ്പോഴും നമുക്ക് ഒരുപോലെ തോന്നുന്നത്. എന്നാൽ അതേസമയം തിരിച്ച് ഒരു നദിയിലാണെങ്കിലോ മഴക്കാലം വരുമ്പം നദി കവിഞ്ഞൊഴുകുകയും ചെയ്യും. മഴ മാറുമ്പോൾ ജലം കുറഞ്ഞു വരും. ഉണക്ക് വരുമ്പം ജലം വറ്റി ഉണങ്ങി വരണ്ട് കിടക്കുകയും ചെയ്യും. അതാണ് മറ്റവസ്ഥ. ഈ നദിയിലെ തോട്ടിലേക്ക് അവസ്ഥ അതാ. അതേസമയം നമുക്ക് അതുപോലെ വലിയ നദിയിൽ ഏതെങ്കിലും വസ്തുവൊക്കെ അല്പം ചാലാട്ടൊക്കെ ഒഴിയുമ്പോൾ നിറഞ്ഞു കഴിയത്തില്ല. അതുപോലെ അല്ല സമുദ്രം. അപ്പം സമുദ്രത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലായി. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഇതൊരു ഉപമ പറയുകയാണ്, ഒരു ഉദാഹരണം നമുക്ക് പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യമേ സമുദ്രത്തിൻ്റെ നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥ മനസ്സിലിരിക്കുക. സമുദ്രം എപ്പോഴും ഒരുപോലെ നിലനിൽക്കുകയും ചെയ്യും, നിറഞ്ഞിരിക്കുകയും ചെയ്യും. അപ്പം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും സ്ഥിരമായി നിൽക്കുന്നതുമായ സമുദ്രത്തിൽ. അപ്പോൾ സമുദ്രം നിറഞ്ഞിരിക്കുന്നു, സ്ഥിരമായി നിൽക്കുന്നു. എന്നിട്ട് എന്ത് വേണം? നദി തലയാതിയിലെ ജലങ്ങൾ. നദി എന്ന് വെച്ചാൽ നമ്മുടെ ഈ ആറ്, നദിയിലോ അല്ലെങ്കിൽ കായലിലോ ഒക്കെ ഉള്ള വെള്ളം. അപ്പം തലയാതി വെച്ചാൽ എന്താ? നദി പോലുള്ള ഇപ്പോൾ കായലിൽ നിന്നും വെള്ളം എവിടോട്ടാണ് ചെല്ലുന്നത്? സമുദ്രത്തിലേക്കാണ് ചെല്ലുന്നത്. നദിയിൽ നിന്നും അങ്ങനെയാണല്ലോ. ഇതെല്ലാം എവിടേക്ക് ചെല്ലും? സമുദ്രത്തിലാണ് അവസാനം കയറുന്നത്. അപ്പോൾ നദി തലയാതിയിലെ ജലങ്ങൾ എപ്രകാരമാണ് പ്രവേശിക്കുന്നത് സമുദ്രത്തിലേക്ക്? ഈ നദിയിലെയും കായലിലൊക്കെ വെള്ളം ചെന്ന് സമുദ്രത്തിലോട്ട് ചെന്നാൽ തോട്ടിലും നദിയിലൊക്കെ ഒഴുകി ചെല്ലുന്ന ഒരു പടവടപ്പം ഒരു ഒഴുക്കുണ്ട്. അത് ആരെ കിട്ടിയാലും ഒഴുകിക്കൊണ്ട് പോകും. പക്ഷെ സമുദ്രത്തിൽ ചെന്ന് കയറി അവിടെ ഒഴുക്കുമല്ലോ ഉണ്ടോ? സമുദ്രം അറിയുന്നതേ ഇല്ല. ഈ നദിയിൽ നിന്ന് എത്ര വെള്ളം ആ സമുദ്രത്തിലോട്ട് ചെന്ന് സമുദ്രത്തിലോട്ട് കയറിയാലും പക്ഷേ സമുദ്രം അറിയുന്നില്ല. തോട്ടിലാണെങ്കിലോ എന്തൊരു ഒഴുക്കാണ്. നമുക്കറിയാം ഇത് തോട്ടിൽ ഇഷ്ടംപോലെ വെള്ളമുണ്ട്, അത് ഒഴുകുന്നത്. പക്ഷേ ഈ നദിയിലെ ഈ ഒഴുകി ചെന്ന വെള്ളം സമുദ്രത്തിൽ ചെന്ന് കയറിയാലോ സമുദ്രം അറിയത്തേ ഇല്ല. ആ സമുദ്രത്തിൽ ഇങ്ങനെ ഒരു തോട്ടിൽ നിന്ന് നദിയിൽ നിന്ന് വെള്ളം ചെന്ന് കയറുന്നത്. അതാണ് നദി തലയാതിയിലെ ജലങ്ങൾ എപ്രകാരമാണ് പ്രവേശിക്കുന്നത്? അപ്രകാരം. അപ്പം സമുദ്രം അറിയുന്നില്ല. ഇതിനകത്ത് അർത്ഥം കിടപ്പില്ല, ഞാനത് ഊഹിച്ച് പറയുന്നതാണ്. അപ്പം സാധാരണ നമുക്ക് മനസ്സിലാക്കാം, ആ സമുദ്രം അത് അറിയുന്നില്ല. അതെന്താ നമുക്ക് മനസ്സിലാവുന്നേ?
ഒരു യോഗിയും ഒരു കാര്യം നമ്മൾ അറിയുന്നില്ല, അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ ആ സമുദ്രം മനസ്സിലാവുന്നതേ ഇല്ല. എങ്ങനെയാ അവിടോട്ട് കയറിയതെന്നോ വന്നതൊന്നോ അതറിയുന്നില്ല. സമുദ്രം ഒന്നും കണ്ടിട്ടില്ല. നദിയിലെ വെള്ളവും കായലിലെ വെള്ളമൊക്കെ അതിലോട്ട് കയറുന്ന സമുദ്രം അറിഞ്ഞിട്ടേ ഇല്ല. അതുപോലെ അപ്രകാരം സകല വിഷയങ്ങളും, അപ്പോൾ ഈ ലോകത്തിലുള്ള വിഷയങ്ങൾ നമ്മുടെ ശരീരത്തിന് വേണ്ടതാണല്ലോ ഈ ലോക വിഷയങ്ങൾ. ഒരു ആത്മജ്ഞാനിക്ക് ഈ ലോക വിഷയങ്ങളായിട്ട് ചിന്തയില്ല, അതിനെപ്പറ്റിയാണ് പറയുന്നത്. അപ്പോൾ സകല വിഷയങ്ങളും അന്തർദൃഷ്ടിയോടുകൂടിയ മുനിയെ പ്രവേശിക്കുമ്പോൾ, അപ്പം സകല വിഷയങ്ങൾ എന്താണ്? ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു, ഇവിടെ കുറച്ച് ആൾക്കാരും ഉണ്ടെന്നിരിക്കട്ടെ. എൻ്റെ അവസ്ഥ ആയിരിക്കത്തില്ലല്ലോ മറ്റുള്ളവരുടെ അവസ്ഥ. അവർ ലൗകികക്കാരാന്ന് കൂട്ടിക്കോ, ഞാനൊരു ആത്മജ്ഞാനിയാന്ന് കൂട്ടിക്കോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഞാൻ ഇപ്പോൾ ആണോ അല്ലേ എന്നുള്ളത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ഞാനിത് ഉദാഹരണം പറയാം, ഞാനങ്ങനെ ആണെന്നല്ല പറയുന്നത്. അപ്പോൾ സകല വിഷയങ്ങളും അന്തർദൃഷ്ടിയോട് കൂടിയ മുനിയെ പ്രവേശിക്കുമ്പോൾ, അപ്പോൾ ഈ ലോകത്തിലുള്ള സർവ്വകാര്യങ്ങളും ഉള്ള ആൾക്കാർ എൻ്റെ അടുക്ക ഒരു 5-6 പേര് ഇരിപ്പുണ്ട്. അവരിവിടെ ഇരുന്ന് എന്തൊക്കെയോ കാണുന്നു, ചിരിക്കുന്നു, അട്ടഹസിക്കുന്നു, സിനിമ കാണുന്നു. പക്ഷേ ഈ മുനി ആത്മജ്ഞാനി അവരോടൊപ്പം തന്നെ അവിടെ ഇരിപ്പുണ്ട്. ഈ സമുദ്രത്തിനകത്ത് എല്ലാ നദിയിലെയും കായലിലെയും വെള്ളം എല്ലാം അവിടെ ചെല്ലുന്നുണ്ട്. പക്ഷേ ഈ സമുദ്രം ഇത് അറിയുന്നില്ല. അതിൻ്റെ ഉദാഹരണം ഈ പറയുന്നത് എന്താണ്? സകല വിഷയങ്ങളും അന്തർദൃഷ്ടിയോടുകൂടിയ മുനിയെ പ്രവേശിക്കുന്നു. അപ്പോൾ അന്തർദൃഷ്ടിയോടുകൂടിയ ഒരു മുനി എന്ന് വെച്ചാൽ എന്താണ്? ഈ ലോകത്തിലെ സർവ്വ വിഷയങ്ങളും ത്യജിച്ച ആൾ, ഇന്ദ്രിയങ്ങളെല്ലാം നിഗ്രഹിച്ച ആൾ, അതാണ് മുനി. ഈ മുനിയുടെ മറ്റ് ആവശ്യക്കാരോട് ഇരിപ്പുണ്ട്. ഈ ലോക വിഷയക്കാർ ഈ സിനിമ കാണാനും ഈ വേണ്ടാത്ത കോമഡി കാണാനും അത് കണ്ട് ചിരിക്കാനും ഒരു സിനിമ ഒരു TV ഇവിടെ ഇരിപ്പുണ്ട്. അങ്ങനെ കൂട്ടുക. ആ TV കണ്ട എൻ്റെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ മരുമക്കളെല്ലാം ഇവിടെ നിന്ന് അത് കാണുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനെന്ന് പറയുന്ന ഈ ആത്മീയമുള്ള ഒരു ആളെ ഞാനെന്ന് കൂട്ടിക്കോ, ഞാനും ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അപ്പോൾ എന്താ വരുന്നത്? സകല വിഷയങ്ങളും അന്തർദൃഷ്ടിയോട് കൂടിയ മുനിയെ പ്രവേശിക്കുമ്പോൾ എന്താ സകല വിഷയങ്ങൾ? ഈ TVയും പിള്ളേരോട്ടക്കളി, ബഹളങ്ങൾ, കോമഡി പറച്ചിൽ, ചിരിക്കുന്ന ഇതെല്ലാമാണ് വിഷയങ്ങൾ. അവർക്കുള്ള സന്തോഷം, ഈ ലോക ജീവികളുടെ സന്തോഷം. എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ മക്കൾക്കും മറ്റുള്ളവരെല്ലാം സന്തോഷമാണ്, ഭർത്താവിനൊക്കെ സന്തോഷം. അവരിത് കണ്ടുകൊണ്ടും ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നു. എന്നാൽ അങ്ങനെ ഈ മുനിയുടെ മുമ്പിൽ ഇതെല്ലാം വന്നു ചേരുന്നു. പ്രവേശിച്ചാൽ അവൻ അപ്പോൾ അങ്ങനെ അന്തർദൃഷ്ടിയോടുകൂടിയ മുനിയെ പ്രവേശിക്കുമ്പോൾ അവൻ കൈവല്യത്തെ മോക്ഷത്തെ പ്രാപിക്കുന്നു. എന്താ കാരണം? ഇതൊന്നും ഈ മുനിയെ തട്ടുന്നില്ല. ഇവർ പറന്ന് ചിരിക്കുന്നൊന്നും ഈ മുനി അറിയുന്നതേ ഇല്ല. ഇവരുടെ കൂടെ തന്നെ നമ്മൾ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കണ്ണ് തുറന്നിരിക്കും. അദ്ദേഹം ഈ TV എന്താ നടക്കുന്നൊന്നും കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എന്താ കാരണം? ഇന്ദ്രിയങ്ങളെ അടക്കിയ ആളാണ്. കാണാനുള്ള താല്പര്യമില്ല, അതിനെ കണ്ട് ചിരിക്കാനുള്ള താല്പര്യമില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ള എന്താ? അകക്കണ്ണ് ആത്മനിഷ്ഠയിലിരിക്കുക. പക്ഷേ ഈ 5-6 പേര് ഇവിടുന്ന് കാണുന്നവരെല്ലാം ഇതിവിടെ ചിരിക്കുന്നു, ബഹളം വെക്കുന്നു, അട്ടഹസിക്കുന്നു, പിന്നെ തമാശ പറയുന്നു, ഒക്കെ ചെയ്യുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു ആത്മജ്ഞാനി ഇരിപ്പുണ്ട്. ഇതെല്ലാം പ്രവേശിക്കുന്നു, ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ കൂടെ തന്നെ നടക്കുന്നു, കാണുന്നു ഒക്കെ. പക്ഷേ അദ്ദേഹം എവിടെ ഉറച്ചിരിക്കുന്നേ? ഉൾക്കാഴ്ച, അന്തരംഗത്തിൽ ആത്മനിഷ്ഠയിൽ ഉറച്ച നിഷ്ഠയോട് ഇരിക്കുന്ന ഒരാളിന് ഇത് കണ്ടാൽ സന്തോഷം വരുമോ? പക്ഷെ ആ വീട്ടിലുള്ളൊരു വ്യക്തി ആയതുകൊണ്ട് ഇതിൻ്റെ ഇടയ്ക്കങ്ങ് ഇരിക്കുന്നു. പക്ഷെ ശ്രദ്ധ എവിടെ ഇരിക്കുക? ആ ഉള്ളിലേക്ക് പരമാത്മാവിൽ നിഷ്ഠയോട് ഇരിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൽ താല്പര്യമില്ല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാണുമ്പോൾ ഈ മുനി ഉറങ്ങും. മറ്റുള്ളവർ ചിരിക്കുമ്പോഴേ ഈ മുനി അവിടെ ശ്രദ്ധിക്കാതുകൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങുക. വെച്ചാൽ കണ്ണടച്ച് ഉറങ്ങുമെന്നല്ല, ഉള്ളിൽ യാതൊന്നും കയറത്തില്ല. കാരണം ഇന്ദ്രിയങ്ങളെ അടക്കിയ ആളല്ലേ, അദ്ദേഹത്തിന് കാണാൻ ഇഷ്ടമല്ല, മനഃപൂർവ്വം അടക്കിയതുമല്ല, അദ്ദേഹത്തിന് താല്പര്യമില്ല അതൊന്നും കാണാൻ. എന്താ പിന്നെ താല്പര്യം? ആത്മനിഷ്ഠയിലേക്ക് ഉറച്ചിരിക്കുന്ന ഒരു ഭക്തനാ, ഭഗവാനിൽ തന്നെ ലയിച്ചിരിക്കുക. ആ തേജസ്സിൽ ബ്രഹ്മാനന്ദാനുഭവം അനുഭവിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ലോകത്തിലേക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന് മുമ്പിൽ കൂടെ അതൊക്കെ വരുന്നുണ്ട്, പോകുന്നുണ്ട്, കാണുന്നു, ഇവർ ചിരിക്കുന്നു, മറ്റുള്ളവരെല്ലാം അത് കണ്ട് രസിക്കുന്നു ഒക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉള്ളം എവിടെ ഇരിക്കുക? ഈശ്വരജ്ഞാനത്തിൽ ലയിച്ചിരിക്കുക. അദ്ദേഹം പുറമേയുള്ള എല്ലാം നിഗ്രഹിച്ചു കഴിഞ്ഞു. കണ്ണിന് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ അത് കാണൂ. സിനിമ കാണാൻ കണ്ണിന് ആഗ്രഹമില്ല, ത്യജിച്ചു, അതിനെല്ലാം നിയന്ത്രിച്ചു വെച്ചു. അതുപോലെ കേൾക്കാൻ, ഇവരെന്നൊരു തമാശ പറഞ്ഞ് കേൾക്കാൻ താല്പര്യമില്ല. എന്താ കാരണം? അദ്ദേഹം അതിനേക്കാൾ ആനന്ദം അനുഭവിക്കുന്ന ഉള്ളിൽ. ഇതാണ് ഇതിൻ്റെ വ്യത്യാസം. അതുകൊണ്ട് എങ്ങനെയാണ് സമുദ്രത്തിലെ ഈ നദിയിലെയും കായലിലെല്ലാം വെള്ളം സമുദ്രം വല്ലതും അറിയുന്നു?
അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സമുദ്രം അറിയാത്തതുപോലെ യഥാർത്ഥ ഒരു ജ്ഞാനി, ഒരു മുനി നമ്മുടെ മുമ്പിൽ കൂടെ എന്ത് നടന്നാലും, നമ്മുടെ ഈ മുറിയിൽ എന്തൊക്കെ നടന്നാലും അദ്ദേഹം അറിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് ആ മനക്കണ്ണായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള ആ നിഷ്ഠയിൽ ഇങ്ങനെ ലയിച്ചിരിക്കുമ്പോൾ ഇതങ്ങനെ വല്ലതും അവർക്കതിൽ എന്താ അത് കാണുന്നതോ കേൾക്കുന്നതോ ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ശ്രദ്ധിക്കാനും പോകത്തില്ല. ശ്രദ്ധിച്ചാൽ നമുക്ക് ഛർദ്ദിക്കുമെന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാനേ പറ്റത്തില്ല, ദേഷ്യം ഉണ്ടാകത്തേ ഉള്ളൂ. പക്ഷേ മുനി എല്ലാം ത്യജിച്ച് സഹിച്ചിരിക്കൊണ്ട് അവിടെ ഇരുന്ന്, കാരണം എണീറ്റ് പോകുന്ന അവനവൻ്റെ വീട്ടിൽ എവിടെയെങ്കിലും ഇരുന്ന് പോകുന്നു. ശ്രദ്ധ ഉണ്ടെങ്കിലല്ലേ ആ ഇന്ദ്രിയങ്ങൾ, ആ കേൾക്കുന്ന ശ്രവണേന്ദ്രിയം ഉണ്ടെങ്കിലല്ലേ, ആ ഇന്ദ്രിയത്തിന് പ്രവർത്തനം ഉണ്ടെങ്കിലല്ലേ അത് കേൾക്കാൻ പോവുള്ളൂ. അതെല്ലാം നിഗ്രഹിച്ച ഒരു വ്യക്തിക്ക് എങ്ങനെ കേൾവിയില്ല. എന്തോ സൗണ്ട് പോലെ കേൾക്കും, എന്നാൽ ശ്രദ്ധ വരത്തില്ല. മനസ്സ് ആനുമ്പേ വധിച്ചു കഴിഞ്ഞു, മനസ്സിനെ നിഗ്രഹിച്ചു കഴിഞ്ഞു, കൊന്നു കഴിഞ്ഞു, പിന്നെ അതിലേക്ക് പോവില്ല. അതാണ് ഇതിൽ പറയുന്നത്. ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നതും സ്ഥിരമായി നിൽക്കുന്നതുമായ സമുദ്രത്തിൽ നദീതലയാദിയിലെ ജലങ്ങൾ എപ്രകാരമാണ് പ്രവേശിക്കുന്നത്, അപ്രകാരം സകല വിഷയങ്ങളും അന്തർദൃഷ്ടിയോടുകൂടിയ മുനിയെ പ്രവേശിക്കുമ്പോൾ, അപ്പോൾ അന്തർദൃഷ്ടിയോടുകൂടിയിരിക്കുന്ന ആ മുനിയെ ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ ചുറ്റിപ്പറ്റി കറങ്ങി നടക്കും. മക്കൾ അപ്പുറത്തിരിക്കുന്നു, ഇപ്പുറത്തിരിക്കുന്നു, അമ്മാമ്മയെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു ഇതൊക്കെ. പക്ഷേ അവിടെ ആ മുനിക്ക് വല്ല വാട്ടോ വല്ല കുലുക്കോ ഉണ്ടോ? അദ്ദേഹം എന്ത് ചെയ്യുന്നു? അവൻ കൈവല്യത്തെ, മോക്ഷത്തെ പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. വിഷയങ്ങളെ ഇച്ഛിക്കുന്നവൻ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല. വിഷയങ്ങളെ ആരാ ഇച്ഛിക്കുന്നത്? ഈ 5-6 പേര് ഇരിക്കുന്നവരെല്ലാം വിഷയങ്ങളിലാണ് ഇച്ഛിച്ചിരിക്കുന്നത്. അയ്യോ ഇപ്പോൾ ഈ സിനിമ തീരും, അടുത്ത സിനിമ വെക്കണേ, അല്ലെങ്കിൽ ഇന്നത് വെക്കണേ, അല്ലെങ്കിൽ ഇന്നത് കാണണം എന്നും പറഞ്ഞിങ്ങനെ വിഷയങ്ങളിലേക്ക് തന്നെ കിടക്കുക ചിന്ത. അവർക്ക് എന്ത് കിട്ടുന്നില്ല? മോക്ഷത്തെ പ്രാപിക്കുന്നില്ല. അപ്പോൾ ഒരു വീട്ടിൽ ഒരു മുനി, ഒരു ആത്മജ്ഞാനി ഉണ്ടെങ്കിൽ അതിൻ്റെ ചുറ്റും കിടന്ന മക്കളും മരുമക്കളും മറ്റും ഭർത്താവും ഒക്കെ കാണും. അവരെന്ത് ആഗ്രഹിക്കുന്നു? അവർ ഈ ലോകത്തിലെ വിഷയത്തെ പറ്റിയാണ് ചിന്തിച്ചും ആഗ്രഹിച്ചും ഇച്ഛിച്ചിരിക്കുന്നത്, ആഗ്രഹം കൊണ്ടിരിക്കുന്നത്. അപ്പം അവർക്ക് ഇന്ദ്രിയങ്ങളെ അടങ്ങൂ. ഇത് കണ്ടിട്ട് പോലും അവർക്ക് മുഴുക്കുന്നില്ല. പിന്നെ ഇങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ എങ്ങനെയാണ് 90-ാം പക്കത്തിലും അവർക്ക് ഇതൊക്കെ തന്നെയാണ്. അവർക്കുള്ള ഇന്ദ്രിയങ്ങളെ അടക്കാനും പറ്റത്തില്ല, അവർക്ക് ഈ വിഷയം വിട്ട് ആത്മീയത്തിലേക്ക് പോകാനും പറ്റത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് കിട്ടുന്നില്ല? വിഷയങ്ങളെ ഇച്ഛിക്കുന്നവൻ, ഈ ലോക ജീവിതത്തിലേക്ക് ആഗ്രഹിക്കുന്ന ഇങ്ങനെയുള്ളവർക്ക് മോക്ഷം പ്രാപിക്കുന്നില്ല. അതേസമയം ഇങ്ങനെ ഉള്ളവരെ ഇടയ്ക്ക് തന്നെ ഒരു ആത്മജ്ഞാനി ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹം ഇതിലോട്ട് ശ്രദ്ധ പോകുന്നില്ലല്ലോ. ആ ശ്രദ്ധ പോയില്ല, അതിൻ്റെ അർത്ഥം എന്താണ്? മോക്ഷം പ്രാപിച്ചു കഴിഞ്ഞു. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സോ ഇന്ദ്രിയങ്ങളോ അതിലേക്ക് യാതൊരു കാരണവശാലും അത് കേട്ടതുപോലുമില്ല, അവിടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ആ ഇന്ദ്രിയത്തിന് നല്ല അടക്കം വന്നു. അതുകൊണ്ടാണ് അതൊന്ന് ശ്രദ്ധിക്കാത്തത്. മനസ്സ് പോയി ശ്രദ്ധിച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇന്ദ്രിയങ്ങളെ അടങ്ങിയിട്ടില്ല എന്നാണ്. നമ്മളിവിടെ ഇരുന്നിട്ട് കുറച്ചു നേരം സിനിമയെ കണ്ടു. പക്ഷേ ആദ്യ കാലത്തൊക്കെ നമ്മൾ തുടക്കത്തിലൊക്കെ ഇപ്പം ഞാൻ പണ്ടൊക്കെ ഇങ്ങനെയാണ് പറയത്തില്ല, ഒരു സിനിമ ഗാനം കേട്ടാൽ അത് ഈശ്വരനായിട്ട് അങ്ങനെ കണ്ട് അവസാനം ഇതെല്ലാം അങ്ങ് പോകും, പിന്നെ എല്ലാത്തിനും പിന്നെ വിരമിക്കും. ആദ്യമൊക്കെ നമ്മളൊന്ന് കണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആനന്ദിച്ച് ഈശ്വരനായിട്ട് ലയിക്കാൻ, ആ പാട്ടിൽ ആ അർത്ഥം തിരിച്ചും കിട്ടാൽ മതി. പരമാത്മാവിനെ അല്ലെങ്കിൽ ഇപ്പോൾ ദേവിയെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അത് അജ്ഞാനം അങ്ങ് മാറും. അതുപോലെ ഒന്ന് കണ്ടെന്ന് പറഞ്ഞാൽ അന്നൊന്നും പക്ഷേ അവസാന നിമിഷത്തിൽ എല്ലാ ഇന്ദ്രിയങ്ങളും അടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ഇന്ദ്രിയം പിന്നെ അടക്കി കഴിഞ്ഞു, വധിച്ച പിന്നെ ജീവിക്കുമോ? മരിച്ച ഇന്ദ്രിയം പിന്നെ ജീവിക്കുമോ? അതാണ് ഒരിക്കലും എത്ര നമ്മുടെ മുമ്പിൽ കൂടെ കിടന്ന് ചാടി തകർത്ത് തുള്ളിയാലും ആ മുനിയുടെ, ആത്മജ്ഞാനിയുടെ ആ നിഷ്ഠയിൽ നിന്ന് പിന്മാറത്തില്ല. അത് തിരിച്ച് ഇത് കാണാൻ ശ്രമിക്കണമെങ്കിൽ ആ ഇന്ദ്രിയങ്ങൾ ഇതിന് ജീവിച്ച് വരണം. അങ്ങനെ ജീവിച്ച് വരുമെങ്കിലേ അത് തന്നെ ഉള്ളൂ. അതാണ് ഇതിൽ പറഞ്ഞത്. നമുക്ക് 71-ാമത്തെ, അപ്പോൾ ആഗ്രഹമുള്ളവരുടെ അവസ്ഥ മോക്ഷത്തെ പ്രാപിക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോ, നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് എല്ലാത്തിൽ നിന്നും മുക്തനായെങ്കിൽ നമുക്ക് തന്നെ അറിയാം നമുക്ക് മോക്ഷം പ്രാപിച്ച് കഴിഞ്ഞു എന്ന്. 71-ാമത്തെ, വിഹായ കാമാൻ സർവാൻ പുമാം ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തി അധിഗച്ഛതി. യാതൊരു പുരുഷൻ സകല ഇച്ഛകളെയും ഉപേക്ഷിച്ച്, അപ്പം ഒരു പുമാനോ ഒരു സ്ത്രീയോ സകല ഇച്ഛകളെ, സകല ആഗ്രഹങ്ങളും, കാരണം ഈ ലോകത്തുള്ള ആഗ്രഹങ്ങൾ ആത്മീയമായല്ല, ഈ പുറമേയുള്ള ലൗകികമായ സകല ഇച്ഛകളെയും ഉപേക്ഷിക്കണം. എന്താണ് നമ്മുടെ ആഗ്രഹം? അതെല്ലാം ഉപേക്ഷിച്ച് യാതൊന്നിലും ഇച്ഛയില്ലാത്തവനായി. അപ്പോൾ ഈ പുറമേയുള്ള യാതൊന്നിലും, കണ്ടതും കേട്ടതും ഒന്നും നമുക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, തിന്നുകയും വേണ്ട, ഒന്നിനും ആഗ്രഹമില്ല. എന്താണ്? ഇപ്പോൾ നമ്മുടെ മുമ്പിലൊരു ഭഗവത്ഗീത കണ്ടു, അതൊന്ന് വായിച്ചു, അത് കണ്ടതൊന്ന് വായിച്ചു, അത് വായിക്കണമുള്ള, കാരണം എല്ലാം ത്യജിച്ച് ഇതെല്ലാം നേടി എല്ലാം തൃപ്തികരമായ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് എല്ലാ ഇച്ഛകളും ഇപ്പോൾ ഇത് പഠിക്കാനുള്ള, ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞിട്ടായിരിക്കും എല്ലാ ഇച്ഛയും വെടിയുന്നത്. ഇതെല്ലാം എന്നാലും നമുക്കിത് കാണുമ്പോൾ ഭഗവത്ഗീത ഇല്ലയോ ഒന്ന് വായിക്കണം, അത് ആഗ്രഹമല്ല, അപ്പോഴത് കണ്ടു, അത് വായിച്ചു.
അപ്പം അങ്ങനെ ഈ ലോകത്തുള്ള സർവ്വത ഉപേക്ഷിച്ചിട്ട് ഇച്ഛകളെല്ലാം ഉപേക്ഷിച്ച് യാതൊന്നിലും ഇച്ഛ ഇല്ലാത്തവനായി ഭോഗസാധനങ്ങളിൽ മമത ഇല്ലാത്തവനായി. ഭോഗസാധനങ്ങൾ എന്ന് വെച്ചാൽ ഈ ലോകത്തുള്ള സർവ്വ ഭോഗസുഖങ്ങളാണ്. എന്താ നമ്മുടെ ശരീരത്തിന് വേണ്ടുന്നതാ ഭോഗം. ആഹാരം മാത്രമല്ല, കണ്ണിനും കേൾവിക്കും നാക്കിനും മൂക്കിനും ത്വക്കിനും എല്ലാം ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അതാണ് ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങളെ അടക്കാത്തവർക്ക് മമതയുണ്ടാവും. എന്താണ്? എൻ്റെ കുഞ്ഞ്, എൻ്റെ വീട്, എൻ്റെ ധനം, അല്ലെങ്കിൽ അതെല്ലാം ഭോഗസുഖങ്ങളാണല്ലോ. വീട് സുഖമാണ്, പിന്നെ ധനം സുഖമാണ്, ഇങ്ങനെ എല്ലാം നമ്മുടെ കുഞ്ഞുങ്ങളെന്നുള്ള മമത. ഇങ്ങനെ എല്ലാത്തിലും മമത ഇല്ലാത്തവനാവണം. ഒരു ആത്മജ്ഞാനിയുടെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ സകലത്തിലും ഇച്ഛാഗ്രഹങ്ങളില്ലാതെ, യാതൊന്നിലും ഇച്ഛയില്ലാതെ, ഭോഗസാധനങ്ങളിൽ മമത ഇല്ലാത്തവനായി, അഹങ്കാരം ഇല്ലാത്തവനായി, അഹങ്കാരവും പാടില്ല, പ്രാരബ്ധവശേന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട്. അതെനിക്ക് ചിരി വരുന്നത് പറയുമ്പോൾ ഞാൻ അങ്ങനെയാണ്. നമുക്ക് ഇല്ലാഞ്ഞിട്ട് ആണെന്ന് കരുതരുത്. എനിക്ക് എത്രത്തോളം ഏതെല്ലാം രീതിയിൽ പിന്നെ ആഹാര സാധനങ്ങളായാലും ഡ്രസ്സായാലും എങ്ങനെയൊക്കെ വേണമെങ്കിലും മക്കൾക്ക് അങ്ങനെ ഇവിടെ ഉണ്ട്. നേരത്തെ കൊണ്ട് വെച്ചതുകൊണ്ട്. പക്ഷെ ഞാൻ ആഡംബരത്തിലേക്ക് ഭ്രമമില്ലാത്തതുകൊണ്ട് ഇതൊന്നും എനിക്ക് ഇങ്ങനെയുള്ള പ്രാരബ്ധവശനാണ് കഴിയുന്നത്. ഏതെങ്കിലും ഒരു വേഷത്തിലൊക്കെ ഇങ്ങനെ ഇരിക്കുക, അത്രയേ ഉള്ളൂ. അല്ലാതെ ആഡംബരമായിട്ട് നല്ല സാരിയൊക്കെ ഇരിപ്പെടുത്ത് കൊടുത്ത് ഇരിക്കാം അങ്ങനെയുള്ള ചിന്ത അതെല്ലാം പ്രാരബ്ധവശനം. എന്താണ്? എങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു പോവുക. ഇപ്പം അത് ഒന്ന് പറഞ്ഞാൽ നമ്മുടെ കൈവശം കുറച്ച് കാശുണ്ടെന്നിരിക്കട്ടെ. ഇപ്പോൾ ഒരു ആട്ടോ വിളിക്കാം. ഇപ്പോൾ ഇവിടുന്ന് ചന്തമുക്കി പോകണമെങ്കിൽ 50 രൂപ എടുത്താൽ മതി. ഇപ്പോൾ എനിക്ക് ആട്ടോയിലേ പോകാൻ പറ്റൂ. എന്നാൽ ഇപ്പോൾ ചെറുപ്പക്കാരാണെങ്കിൽ നടക്കാൻ വേണ്ടിയാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആട്ടോയിലാണ് പോണത്. പക്ഷേ ഞാൻ ഈ അടുത്ത കാലം വരെയും ഇങ്ങോട്ട് എന്തെങ്കിലും സാധനത്തിനാണ് പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് പിന്നെ ചുമക്കാൻ പറ്റാത്തതുകൊണ്ട് ആട്ടോ വിളിക്കും. അതേസമയം അങ്ങോട്ട് ഞാൻ നടന്നേ പോകും. എൻ്റെ ദേഹത്തെ ദണ്ണിപ്പിച്ച് ഞാൻ പോകും. എനിക്കിഷ്ടം അങ്ങനെയാണ്. എൻ്റെ ഭഗവാൻ അതറിയാം, നല്ലവണ്ണം അറിയാം. കാരണം ആ പൈസ ഞാൻ ഒരാൾക്ക് ആ ആട്ടോക്കാരനുണ്ടെങ്കിൽ വെറുതെ കൊടുക്കാം. എന്നാലും എനിക്ക് ദേഹത്തെ സുഖിപ്പിക്കുന്ന ഇഷ്ടമല്ല. അതെനിക്ക് നിർബന്ധം. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല, പറയാനറിയത്തില്ല കാരണം എന്താണെന്ന്. അതെന്താ കാരണം എന്ന് എനിക്ക് അറിഞ്ഞോളൂ. ഇപ്പം ഇതിൽ പറയുന്നു പ്രാരബ്ധവശന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട്. അപ്പം ഈ നല്ല കറികളൊക്കെ വെച്ച് നന്നായി കഴിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. എൻ്റെ മക്കളെല്ലാം തരുന്നുണ്ട്. പക്ഷേ അങ്ങനെ എനിക്ക് ആഗ്രഹമില്ല. മോള് വരുമ്പം ഇതൊക്കെ കൂടിയ പിന്നെ സാധാരണ ഞാൻ ഗമ പറയുന്നത് ചിന്തിക്കല്ലേ, എനിക്കത് ഇഷ്ടമല്ല. പക്ഷേ എന്നാലും ഞാൻ ചെയ്തു തരുന്ന പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. അതൊന്ന് ഭഗവാന് നന്ദികടന്ന് പറയത്തില്ലയോ. ഈ ആപ്പിളൊക്കെ വാങ്ങിക്കുന്നത് ഏറ്റവും കൂടിയ ആപ്പിള്, അത് പ്രത്യേക വില കൊടുത്ത് വാങ്ങിക്കുന്ന എറണാകുളത്ത്. ഇവിടെയൊക്കെ അങ്ങനെ കിട്ടത്തില്ല പറഞ്ഞ് അങ്ങനെ അത് തിന്നാൽ അടിപൊളിയാണ്. ഈ ഷുഗർ കുറയുന്നതുകൊണ്ട് അത് തിന്നുമ്പോൾ നല്ല കറുമുറാന്നിരിക്കുകയും ചെയ്ത് നല്ല മധുരവും അത് വെള്ളവും ഒക്കെ ഉണ്ടതാണ്. അങ്ങനത്തെ വാങ്ങിച്ചിട്ടുണ്ട്. അതിന് ഭയങ്കര വിലയാണ്. ഇവിടെ അത് 2 കിലോ എന്താ പറയുക, ആ വിലയുണ്ട്. ഇവിടെ 2-3 കിലോ വാങ്ങിക്കാം. അതുപോലെ എല്ലാ സാധനങ്ങളും. അപ്പോൾ നമുക്ക് മക്കൾ തരാഞ്ഞിട്ടല്ല, പക്ഷേ എനിക്ക് അങ്ങനെ താല്പര്യമില്ല. എന്നാൽ അടിച്ചേൽപ്പിക്കൊണ്ട് അവർ കൊണ്ടുവരുമ്പോൾ കഴിക്കുന്നു. പക്ഷേ അത് അങ്ങനെ വാങ്ങിച്ച് കഴിക്കാനോ എടുക്കാൻ എൻ്റെ ശരീരത്തെ എങ്ങനെയെങ്കിലും പ്രാരബ്ധമായിട്ട് കഴിച്ചു കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്തെങ്കിലുമൊക്കെ ചെയ്തും നടന്നും ഇപ്പം ഒട്ടും പറ്റത്തില്ല. നടന്ന പിന്നീട് ഇതൊന്നും ചെയ്യാനൊക്കത്തില്ല. അതുകൊണ്ട് ഇതിന് മുമ്പേ ഉള്ള കാര്യമാണ്. 2-3 വർഷത്തിന് മുമ്പൊക്കെ ഞാൻ ഇവിടുന്ന് നടന്ന് കഷ്ടപ്പെട്ട് ചിലപ്പോൾ ഒരു കുടയെങ്കിലും എടുത്ത് ഊന്നിക്കൊണ്ട് നടക്കാൻ വീഴാതിരിക്കാൻ. എന്നാലും ഞാൻ ഓട്ടോ വിളിക്കുന്നത് കാശില്ലാഞ്ഞിട്ടല്ല മക്കളെ. പക്ഷേ എനിക്ക് അതാണ് ഇഷ്ടം. എനിക്ക് എൻ്റെ ശരീരത്തെ സുഖം അനുഭവിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ എത്രയും സങ്കടപ്പെടുത്താമോ ആരെങ്കിലും അതും സന്തോഷമാണ്. കാരണം അന്നേരം അത്രമാത്രം ആനന്ദം എനിക്ക് ഭഗവാനായിട്ടുണ്ട്. കാരണം കുറ്റം ചെയ്ത കുറേ മക്കളായാലും മറ്റൊരാരും എന്നെ അങ്ങ് ദണ്ണിപ്പിക്കാമോ, ആ ഒരു ആനന്ദം ചിന്തിക്കാൻ എനിക്ക് ദുഃഖമാണ് നല്ലതെന്ന്. അങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട് നാൾ ഞാനിങ്ങനെ അതിൻ്റെ ആനന്ദം ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഭഗവാനായിട്ടുള്ള ഒരു രസമാണ് അത്. അങ്ങനെയൊക്കെയുള്ളൊരു ശീലം എനിക്കുണ്ട്. അതെന്താ കാരണമെന്ന് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം എന്താണെന്ന് പറയണമെന്ന് വെച്ചാൽ അത് അറിയില്ല എനിക്ക്. അതുകൊണ്ട് പ്രാരബ്ധവശന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് അപ്പം എത്രമാത്രം സുഖത്തിൽ ജീവിക്കണമെങ്കിൽ അങ്ങനെ ആകാം. പക്ഷെ ചെയ്തില്ല. അങ്ങനെ അങ്ങനെ മക്കൾ ചിലവിരുന്ന കാശ് പോലും പിടിച്ച് വെച്ചാൽ എന്ത് വരും? ഞാൻ അവിടെ കരുതി വെച്ചേക്കുമല്ല. എനിക്കിഷ്ടം എന്തെങ്കിലും ആർക്കെങ്കിലും വേണമെന്നെങ്കിൽ അത് അവർക്ക് ആർക്കും ചെയ്യുക. ഞാൻ അതുകൂടെ അവിടെ പിടിച്ച് പെരുക്കി വെക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. ആരെങ്കിലും ആവശ്യക്കാരുണ്ട്, എന്നാലും ഞാൻ ഓട്ടോ വിളിച്ച് പോകത്തില്ല. പൈസ ഉണ്ടെങ്കിലും ഞാനത് ചെയ്യാത്തെന്താ? എൻ്റെ ശരീരത്തെ എനിക്ക് നോക്കുന്ന ഇഷ്ടമല്ല. ശരീരം എങ്ങനെയേ കിടക്കട്ടെ എന്നുള്ളത് അവർ കിടന്ന് നടന്ന് കഷ്ടപ്പെട്ടോട്ടെ, ഇതാ എൻ്റെ മനസ്സിൻ്റെ ഇഷ്ടം. അങ്ങനെ വെച്ചാലും ഒരാളിനൊരാവശ്യം വന്നാൽ ഞാനതെടുത്ത് പാടേ കൊടുക്കുകയും ചെയ്യും.
അതുകൊണ്ടാണല്ലോ ഇപ്പം അതൊക്കെ മാറി മാറി ഇപ്പം എങ്ങോട്ടും യാത്രയില്ല. മക്കളാണ് കൊണ്ടുപോകണമെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പോകുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും ആധാരോ അങ്ങനെ ഒന്ന് പുതുക്കാൻ പോകണമെങ്കിൽ എങ്ങനെ ഒരു ഓട്ടോ വിളിച്ചു പോകും. അപ്പോൾ ഇപ്പം എനിക്കൊട്ടും നടക്കാൻ വയ്യ, തറ അങ്ങോട്ടും മലന്ന് വീഴും. പേസ് മേക്കറൊക്കെ വെച്ചത് 12 വർഷം കഴിഞ്ഞു, 10 വർഷത്തെ ഗ്യാരൻ്റി. ഇപ്പോൾ അത് 12 വർഷമായി ഉണ്ട് ഇത്. അപ്പം അതിൻ്റെയൊക്കെ പിന്നെ വീഴ്ച വെച്ചിരുമ്പോൾ മറിഞ്ഞ് വീഴും. അങ്ങനെയൊക്കെയുള്ള വയസ്സ് 72-ാമത്തെ ഇല്ലയോ. അപ്പം ഇതാണ് പറയുന്നത്, പിന്നെ പ്രാരബ്ധവശന വേണം നമ്മൾ ശ്രദ്ധിക്കാൻ. ഉണ്ടെന്നും പറഞ്ഞ് ധാരാളിച്ച് അഹങ്കരിച്ചുകൂടാ, അതിഷ്ടമല്ല. അതുകൊണ്ട് അത് എന്താ ഇങ്ങനെ ഉള്ളവർക്ക് അത് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ആയത്. യാതൊരു പുരുഷനും സകല ഇച്ഛകളെയും ഉപേക്ഷിക്കണം, യാതൊന്നിലും ഇച്ഛയില്ലാത്തവനാകണം, ഭോഗസാധനങ്ങളിൽ മമതയില്ലാത്തവനാകും, അഹങ്കാരമില്ലാത്തവനായി പ്രാരബ്ധവശന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് എവിടെയെങ്കിലും സഞ്ചരിക്കുന്നുവോ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ കറക്റ്റ് ഞാൻ ഈ പറഞ്ഞ അത്രയും കറക്റ്റായ കാര്യമാണ്. ഒന്നിനും ആഗ്രഹമില്ല, പിന്നെ യാതൊന്നിനും ഇച്ഛയില്ല, ഭോഗസാധനങ്ങളിൽ മമതയില്ല. എൻ്റെ എന്നുള്ള ഞാൻ എൻ്റെ മക്കളുമായിട്ട് ചിലപ്പോൾ ഉടക്ക് വീഴും. അവർക്കും എനിക്കും രണ്ട് രീതിയാണ് സ്വഭാവം. അപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ എന്നെ ഇനിയെങ്കിലും എനിക്കായൊരു ജീവിതമുണ്ട്, ഇനി എനിക്ക് വേണ്ടി ജീവിക്കട്ടെ എന്ന് പറയും. ഞാൻ നിങ്ങൾക്ക് ആർക്കും ഉപദ്രവത്തിന് അങ്ങോട്ട് വരുന്നില്ല, നിങ്ങൾ എങ്ങനെയും ജീവിക്കും. എന്നെ അങ്ങോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചാൽ എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല. എനിക്ക് എൻ്റെ മക്കൾക്ക് ഇതൊക്കെ കൊടുക്കണം, അത് എവിടെയെങ്കിലും പോയി അത് പറ്റുമോ? അപ്പോൾ എനിക്കിനി എൻ്റേതായ ഒരു സ്വാതന്ത്ര്യം, ഞാൻ ഇത്ര ആൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചതല്ലേ, അപ്പോൾ ഇനി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ട്, നിങ്ങൾ എനിക്കൊന്നും തരുകയും വേണ്ട, ഞാൻ എങ്ങനെ ഇവിടെ ഇതിനകത്തങ്ങ് കഴിഞ്ഞോളാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ അവർക്ക് ഉടക്ക് വരും. അങ്ങനെ ഒക്കെ എന്താ പറയുക, ഇതാണ് എൻ്റെ ഇഷ്ടം. അതുകൊണ്ട് അങ്ങനെ പറയാം. അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും ദേഷ്യമൊന്നും ഉണ്ടാവത്തില്ല. അവർക്കറിയാം എനിക്കിപ്പോൾ ഇതൊക്കെ പറ്റത്തുള്ളെന്ന്. അത് പിന്നെ എന്ത് ചെയ്യാനാ. അങ്ങനെ അപ്പോൾ ഒന്നിനും മമത. അപ്പോൾ അന്നേരം ഞാൻ പറയും, അതാ മമതയെന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോൾ എന്തിനാ എന്നെ എങ്ങനെ, ഞാൻ നിങ്ങളുടെ ഒന്നും എടുക്കുന്നത്, ഞാൻ എൻ്റെ അകത്തല്ലേ കഴിയുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ട എന്നൊക്കെ പറയുമ്പം എൻ്റെ മമതയെന്ന് നിങ്ങൾക്ക് തോന്നിപ്പോകരുത്. കാരണം ഇവരോട്ട് ഉടക്കുമ്പോൾ പറയുന്നത് എൻ്റെ മനസ്സുണ്ടെങ്കിലേ അത് അർത്ഥമുള്ളൂ. മനസ്സവിടെ ഇരുത്തി പറയാറുന്ന എന്ത് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്നില്ലെന്നല്ലേ. എൻ്റെ അതിനകത്താണ് ഞാൻ കഴിയുന്നത്, പിന്നെ നിനക്ക് അങ്ങനെ പറയാമെങ്കിൽ ശരിയാ, നിങ്ങൾക്കതാ ഞാൻ എൻ്റെ മുതലിലാണ് കഴിയുന്നത്, അപ്പോൾ എൻ്റേതെന്ന് വരും. അപ്പോൾ അങ്ങനെ വെച്ച് പറഞ്ഞാൽ മനസ്സ് വന്നുകൂടാ. പക്ഷേ അവരെന്തെങ്കിലും പറയുമ്പോൾ നമ്മളത് പറഞ്ഞ് അവരെ തോൽപ്പിക്കാൻ വേണ്ടി അവരെ മുന്നോട്ട് വെച്ചാൽ നമുക്കിങ്ങനെ പറഞ്ഞുകൂടാതില്ല. അങ്ങനെ പറയുന്നത് അത് മനസ്സിരുത്തി പറയുന്നതല്ല. മനസ്സില്ലാതെ പറയുന്ന ഒന്നിനും കർമ്മത്തിന് വരത്തില്ല. അപ്പോൾ ഒരു കൊതുകിനെ തന്നെ നമ്മൾ കൊല്ലുന്നു, നിന്നെ ഇപ്പോൾ ഞാൻ കൊല്ലൂടാന്ന് പറഞ്ഞ് കൊന്നാൽ അത് മനസ്സിരുത്തി കൊല്ലുക. പക്ഷെ നമ്മൾ അറിയാതെ അടിച്ച് കൊല്ലുക, മനസ്സോടങ്ങും ചെന്നതേ ഇല്ല. പിന്നെ അവിടെ എന്ത് പ്രവൃത്തി ചെയ്തു? മനസ്സില്ലാത്ത പ്രവൃത്തിക്ക് യാതൊരു അർത്ഥവും ഇല്ല. അതാണ്. അതുകൊണ്ട് ഓരോ വാക്കുകൾക്കും ഉണ്ട് അതിൻ്റേതായ, നമുക്ക് എന്ത് പറഞ്ഞാലും മനസ്സുണ്ടോ, മനസ്സോട് പറയുന്നതിൽ മാത്രമേ അത് അർത്ഥമുള്ളൂ. അതുകൊണ്ട് പ്രാരബ്ധവശേന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട്, കാരണം എങ്ങനെയെങ്കിലും ഒരുമാതിരി വിഷമിച്ചും കഷ്ടപ്പെട്ട് തന്നെ, കാരണം എത്രയോ സാധാരണക്കാർ ജീവിതത്തിൽ എത്രമാത്രം ബുദ്ധിമുട്ട് ജീവിക്കുന്നു. അപ്പം നമുക്കും വലിയ ആഡംബരങ്ങളോ അതൊക്കെ കൊള്ളാമോ? അപ്പോൾ നമുക്കും അതുപോലെ തന്നെയാണ്, നമുക്കും ശരീരത്തെ അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. അത് എന്നുവെച്ചാൽ എണീച്ച് നടക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, ആഹാരം കഴിക്കുക, അങ്ങനെയൊന്നും ഞാൻ പട്ടിണി കിടക്കത്തില്ല. എനിക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ കഴിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അതായത് എനിക്ക് ചില ആഹാരങ്ങൾ കുറവുണ്ട്, ഇരുമ്പിൻ്റെയും അസ്ഥികൾക്കൊക്കെ, അങ്ങനെയുള്ളതെല്ലാം ഞാൻ കഴിക്കുന്നുണ്ട്. അതൊക്കെ മക്കളെല്ലാം വാങ്ങിച്ചു തരുന്നുണ്ട്, പട്ടിണിക്കൊന്നും കിടക്കും. പക്ഷെ വെച്ച് വിളമ്പി കുടിക്കുന്ന പല പല വിഭവങ്ങളൊന്നും എനിക്കങ്ങനെ താല്പര്യമില്ല. ഇല്ലാഞ്ഞിട്ടല്ല, അങ്ങനെ എനിക്ക് ഈ പറഞ്ഞക്ക് പ്രാരബ്ധ വശന കഴിഞ്ഞ് പോകണം. എങ്ങനെ ഇച്ചിരി കഞ്ഞിയോ ചമ്മന്തിയോ അതൊക്കെ കഴിച്ചങ്ങ് പോകണം, അങ്ങനെയുള്ള മനസ്സാണ്. അങ്ങനെ അനുഭവിച്ചുകൊണ്ട് എവിടെയെങ്കിലും അപ്പോൾ എവിടെയെങ്കിലും ഞാൻ ഇരിക്കുക, ഞാൻ ഇവിടെ എവിടെയെങ്കിലും കഴിഞ്ഞു കൂടുക, ആർക്കും ബുദ്ധിമുട്ടില്ല, എന്നെക്കൊണ്ട് ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും അവർക്കും മക്കൾ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, നമുക്കും ആർക്കും ഒന്നും അങ്ങനെ വന്നുകൂടാ. പ്രത്യേകിച്ച് നമുക്ക് വേണ്ടി ആർക്കും ഒരു ബുദ്ധിമുട്ടാകരുത്, ഉപദ്രവിക്കരുത് ആർക്കും. ആഗ്രഹം അങ്ങനെ പാടില്ല. എത്രയും അല്പമെങ്കിലും ആവുന്ന സമയത്തേ നമ്മൾ ഈശ്വരൻ വിളിക്കണേന്നാണ്, കിടന്നു പോകാതെ. അതുകൊണ്ട് എവിടെയെങ്കിലും സഞ്ചരിക്കുന്നുവോ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. അപ്പോൾ അത് നല്ലതല്ലേ നമുക്ക്. അപ്പം മനസ്സിലാക്കണം, ഒന്നിലെ ഇച്ഛയില്ലാതിരിക്കണം, സകല ആഗ്രഹങ്ങളെല്ലാം ഉപേക്ഷിക്കണം, യാതൊന്നിനും ആഗ്രഹം പാടില്ല, ഭോഗസാധനങ്ങളിൽ മമത പാടില്ല, എൻ്റെ വീട് എൻ്റെ മക്കൾ എന്നുള്ള മമത പാടില്ല, അഹങ്കാരം ഒട്ടും തന്നെ പാടില്ല, പ്രാരബ്ധവശന തന്നെ നമ്മൾ കഴിഞ്ഞും കൊള്ളണം. എന്നുവെച്ചാൽ ധാരാളിച്ചൊന്നും ജീവിച്ചുകൂടാ. അത് ഇപ്പം അതിനൊരു ഉദാഹരണം വെച്ചാൽ, മക്കൾ വന്നാൽ എല്ലാ മുറിയിൽ ലൈറ്റിടും, പക്ഷേ ഞാൻ എന്താ അവളാണ് പൈസ എല്ലാം അടയ്ക്കുന്നത്, ഇതിന് വെളുക്കുന്നോര് എന്താ AC ഇടും, അവർക്ക് അവരുടെ ആഗ്രഹങ്ങളല്ലേ. പക്ഷേ ഞാൻ എത്ര ഉഷ്ണത, കറണ്ട് പോയാൽ പിന്നെ ഇല്ലല്ലോ ഒന്നും. എന്നാലും ചിലപ്പം കഴിഞ്ഞ വർഷം ഇട്ടുപോയി, AC കിടക്കാൻ പറ്റില്ല, അത്രമാത്രം ചൂടായിരുന്നു. എന്നിട്ട്
ഐസ് വെള്ളം എനിക്ക് കുടിച്ചുകൂടാത്തതാണ്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്ത വെള്ളം പോലും എത്ര തവണ കുടിക്കുന്നത് അന്നാ തൊണ്ടടപ്പ് വന്നത്. അങ്ങ് തൊണ്ടടപ്പായിരുന്നു മൊത്തം. കാരണം ഇതെങ്ങാണ്ടായിരുന്നു. അതുപോലെ ചില സമയം എടുത്ത് പോകും, ചെയ്തു പോകും. എന്നാലും അങ്ങനെ എനിക്ക് സുഖിക്കുന്ന ഇഷ്ടമല്ല. മോള് പറയാം, അമ്മ ഇതെന്തിനാന്നൊക്കെ വെച്ചേക്കുന്നേ, വാഷിംഗ് മെഷീനിൽ കഴുക്. ഒരെണ്ണം വാങ്ങിച്ചത് അത്രയ്ക്കങ്ങ് പന്നലായില്ല. എന്നിട്ട് ഇപ്പം അതിനേക്കാൾ കൂടെ കൂടി തന്നെ വാങ്ങിച്ചു വെച്ചാൽ എന്നാലും ഞാൻ എങ്ങനെയെങ്ങ് ചപ്പി കഴുകും. അതാണ് എൻ്റെ ഇഷ്ടം. അതെനിക്ക് ഇങ്ങനെ ചെയ്യുന്നത് എനിക്കിഷ്ടം. അവൾ വന്നിട്ട് എല്ലാം കൂടെ വാരിട്ട് കഴുകി തച്ചിട്ട് പോകും. എനിക്കങ്ങനെ തോന്നിയൊന്നുമില്ല കഴുകാൻ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആ ഒരു സുഖം നമ്മുടെ ശരീരത്തിന് താല്പര്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാ ബൾബും ഫാനും എല്ലായിടവും അങ്ങനെ ഇട്ടിട്ട് ഇരിക്കുമ്പോൾ ഞാനാണെങ്കിലോ ഭഗവാനെ എനിക്കെന്തോ അങ്ങനെ നശിപ്പിക്കുന്നത് ഇഷ്ടമല്ലാത്തത്. ഞാൻ ചെന്ന് വേണ്ടാത്തതല്ല ഞാൻ ചെന്ന് ഓഫ്. പിന്നെ ഇത്തിരി കഴിയുമ്പോൾ അവിടെ മൊത്തവും വെട്ടം വീഴും, എല്ലാം മുറില്ല. അപ്പോഴും ഞാൻ വിചാരിക്കും ഞാൻ ഇത് പറയുമ്പോൾ അവൾക്കെല്ലാം തോന്നത്തില്ലേ, അവളല്ലേ കാശറിയുന്നത്, അമ്മയ്ക്ക് എന്നാലും ഞാൻ ഒരു മകളെ അങ്ങനെ ചെയ്തുകൂടാ, ഈശ്വരൻ ശിക്ഷിക്കത്തില്ലേ അങ്ങനെ ചെയ്ത്, അഹങ്കാരമല്ലേ അതൊക്കെ, അഹങ്കരിക്കാമോ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എനിക്കത് പേടിയാണ് അങ്ങനെ നമ്മൾ അഹങ്കരിച്ചു കൂടാത്തതുകൊണ്ട്. കാരണം എത്രയോ മനുഷ്യരാണ് വിഷമിക്കുന്നതെന്നറിയാവോ. അപ്പം നമ്മളത് മനഃപൂർവ്വം മനസ്സിലാക്കാൻ ചെയ്താൽ അത് ശിക്ഷ തെറ്റില്ല ഈശ്വരൻ, അത് ഭയന്നിട്ടാ. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും ഇങ്ങനെയാ ഒരു ഭയമുണ്ട്. നാളെ എന്തായിത്തീരും, നമ്മൾ ചെയ്ത പ്രവൃത്തിയാണല്ലോ ഓരോന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ പിള്ളേരെ നമ്മൾ എത്ര പറഞ്ഞാലും അവർ അങ്ങനെയാ, അത് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്ത് ചെയ്യാനാ, ഞാൻ അങ്ങനെ ഓടി എല്ലായിടും ചെന്ന് ഇതൊക്കെ തന്നെ എൻ്റെ ചെയ്യുവാനാ. എനിക്ക് പിന്നെ ഒരു ഫാൻ എപ്പോഴും എൻ്റെ മുറിയിൽ പകലും രാത്രിയും വേണം. കാരണം എനിക്ക് അത്രത്തോളം ഈ ചൂടുള്ള ആഹാരങ്ങളാണ് കഴിക്കുക. തണുപ്പ് കഴിച്ചുകൊടുത്തോണ്ട് ഗുളികയ്ക്ക് ചൂടുണ്ട്, മുതിരയ്ക്ക് ചൂടുണ്ട്. അപ്പോൾ അതൊക്കെ ചൂടായതുകൊണ്ടായിരിക്കും കൂടുതലും ചൂടാവുന്നത്. അങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ നമ്മളിതെല്ലാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ഇതൊക്കെ പറയുന്നത്, ഇതൊക്കെ ഇതിനകത്തുള്ളതാണ്. ഈ പ്രാരാബ്ധവശാനെ നമ്മൾ ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാത്വികനായ ഒരു ജ്ഞാനിക്ക്, ഒരു ഭക്തന് ഇത് പറഞ്ഞേക്കുന്നത് ഇങ്ങനെയുള്ള മക്കൾ അറിയണം. ധാരാളിച്ചുകൂടാ, അഹങ്കരിച്ചുകൂടാ. നമ്മൾ ഒരു തുള്ളി വെള്ളം തന്നെ ഓരോ സ്ഥലത്ത് കണ്ടില്ലേ, ഓരോ സംസ്ഥാനത്തിൽ ഒരു തുള്ളി വെള്ളത്തിന് നിരന്ന് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം പാപം നമ്മൾ ചെയ്യുന്നതെന്ന്, എത്രമാത്രം വെള്ളങ്ങളൊക്കെ വെറുതെ കളയുന്നതെന്ന്. ഞാനങ്ങനെ വെള്ളം ടാങ്കിലെടുക്കുമ്പോൾ അല്പം കളഞ്ഞ് ഓടിപ്പോയി ബക്കറ്റിനകത്ത് പിടിക്കും കുളിപ്പരയിൽ. അപ്പോൾ എന്താ, അതെനിക്ക് ഭയമാണ് അങ്ങനെ കളയുന്നത്, സത്യം പറയുക. പക്ഷെ നമ്മുടെ ഈ ലോകത്ത് ആർക്കും അങ്ങനെ ഒരു ഭയമില്ല. എനിക്കെല്ലാം അങ്ങനെ ഭയന്നാണ് ഞാൻ ജീവിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ എൻ്റെ സ്വഭാവം എല്ലാം അങ്ങനെയാണ്, ഓരോന്നും അങ്ങനെയാണ്. അപ്പം അത് എന്താ കാരണം, നമുക്ക് എല്ലാം ആവശ്യത്തിന് മതി. എല്ലാം ഉണ്ട്, പക്ഷെ ആവശ്യത്തിന് മതി. ഉണ്ടെന്ന് പറഞ്ഞ് അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ മക്കളെ അങ്ങനെ പഠിപ്പിച്ചെടുക്കണം വല്ല പാടാണ്. അവരിങ്ങനെ അങ്ങ് എന്ത് പറയാനാ, അവർ ഒരു സമയത്തൊക്കെ മനസ്സിലാക്കും, അതേ ഉള്ളൂ. അതിനുവേണ്ടി ഞാൻ കിടന്ന് കഷ്ടപ്പെടുക, എങ്ങനെയാണ് ഭഗവാനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആയിക്കൂടാ. അത് നമ്മൾ ഈശ്വരൻ അത് കണക്കെഴുതിയിടും ഓരോന്ന് നമ്മൾ ചെയ്യുമ്പോൾ. നമ്മൾക്ക് ഭയമില്ലാണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത്, അഹങ്കാരമല്ലേ എന്ന് ഭഗവാൻ ചിന്തിക്കത്തില്ലേ? എപ്പോഴാണ് നമ്മൾ താഴേക്ക് പോകുന്നത് അറിയാൻ പറ്റുമോ? ഇപ്പോൾ സുഖമായെന്നുള്ള ചിന്തയിൽ അവരത് ചെയ്തു പോകും. നമുക്ക് അവർക്ക് ഇങ്ങനെ എപ്പോഴും ഫോണിൽ കൂടെയുള്ള വർക്കാണ്, അതുകൊണ്ട് മുഷിവുണ്ട്. അന്നേരം ചിലപ്പം ഒരു ഫോൺ ഉടനെ അങ്ങ് മിറ്റിലിറങ്ങിപ്പോകും, അത് നിർത്തത്തുമില്ല. ഇങ്ങനെയൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ ആവുമല്ലോ, ഞാൻ പോയാൽ കാണിക്കുക. കാരണം അവൾ തന്നെ ചെയ്യണമെന്നില്ല, ഞാനങ്ങ് പക്ഷെ അവൾക്ക് വല്ലതും തോന്നുമോ എന്ന് ഞാൻ ചിന്തിക്കും. കാരണം അമ്മ അല്ലല്ലോ ഇതിനൊക്കെ അടയ്ക്കുന്നത്, പിന്നെ എന്തിനാ അമ്മ ഇങ്ങനെയാണ് എന്നൊക്കെ ചിന്തിച്ച് പോയാലോ എന്നൊരു വിഷമമുണ്ട്. എന്നാലും എൻ്റെ സ്വഭാവം അങ്ങനെയാണെന്ന് ഞാൻ പറയുക. എനിക്ക് അങ്ങനെ പേടിയുണ്ട്, ഭഗവാനെ പേടിയുണ്ട്. എന്തും ആവശ്യത്തിനെ ആകാവൂ എന്നൊരു ചിന്ത എനിക്കുണ്ട്. അല്ലെങ്കിൽ നമുക്ക് നീളം നിൽക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നീളം എല്ലാം ഒരുപോലെ നിൽക്കണം. അത് ഈശ്വരൻ ഇന്ന് വരെയും എനിക്ക് അങ്ങനെ തന്നെയാണ്. ഏറ്റക്കുറച്ച് എപ്പോഴും സമം തന്നെയാണ്. അപ്പോൾ അതുപോലെ എൻ്റെ മക്കളും അങ്ങനെ അവിടെ ഇപ്പോൾ ഉണ്ടെന്ന് കരുതി അവർക്ക് ചിലപ്പം അവിടെ കർമ്മം എങ്ങനെയാണെന്ന് നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? അതുകൊണ്ട് നമ്മൾ എത്രയും മനസ്സിലാക്കി ജീവിക്കണം. ഇത് എല്ലാ മക്കൾക്കും ഒരു പാഠത്തിന് വേണ്ടി പറയുന്നതാണ്. അനാവശ്യമായി ഒന്നും തന്നെ പാഴിക്കളഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് അത്രത്തോളം ഭയഭക്തി വേണം, പരമാത്മാവിനോട് ഭയം വേണം. അതെന്താ, അല്ലെങ്കിൽ ഈശ്വരൻ നമ്മളെ സാക്ഷിയായി എന്ത് ചില സാക്ഷിയായി നിൽക്കുന്ന പരമാത്മാവാണ്. നമ്മൾ എന്ത് ഒളിച്ചും പാത്തും ചെയ്യാൻ പറ്റില്ല, എല്ലാം സാക്ഷിയായി നിൽക്കുക. അപ്പോൾ ആ ഭഗവാനെ നമുക്ക് ഭയന്ന് വേണം നമ്മൾ ജീവിക്കാൻ. എന്താ ഈ ചെയ്വനയിൽ, അല്ലെങ്കിൽ ഭയക്കണ്ട. നമ്മൾ തന്നെ ഈശ്വരൻ വസിക്കുന്നതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാവുന്നുണ്ടോ? ഒരിക്കലും. അങ്ങനെ ഉണ്ടെങ്കിൽ ഈശ്വരൻ നമ്മളെ വസിക്കത്തില്ലല്ലോ. നമ്മൾ അങ്ങനെ ആയിട്ടാണ് നമ്മൾ ഈശ്വരൻ വസിക്കുന്നതെന്ന് മനസ്സിലാക്കണം. നമ്മൾ ആ ഒരു വ്യക്തിയാണ്. അത് ഇവിടെ പറയുന്നു, അതാണ് പ്രാരബ്ധവശന ഭോഗങ്ങളെ അനുഭവിച്ചുകൊണ്ട് എവിടെയെങ്കിലും സഞ്ചരിക്കുന്നുവോ അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആ പ്രവൃത്തി നമുക്ക് വേണ്ടേ?
ആ പ്രവൃത്തി അങ്ങനെ വരാതെ ആഡംബരമായിട്ട് വെറുതെ അനാവശ്യമായിട്ട് പാഴിക്കളാത്ത അത് ഏതെങ്കിലും സാധുക്കൊക്കെ അത് തുള്ളി കൊണ്ട് തുടം കൊണ്ട് തേവാനൊക്കെ നമുക്കത് കരുതി വെച്ചാൽ ആർക്കും ഇല്ലാത്തവർക്ക് കൊടുത്തൂടെ? അത് സന്തോഷമല്ലേ? ഇല്ലായ്മ ഉള്ളവർക്ക് നമുക്ക് കൊടുത്താൽ അത് സന്തോഷം. നമ്മൾ പാഴിക്കളഞ്ഞ എന്ത് ആർക്കും ഇല്ലാതെ പോകും. അത് ഭഗവാൻ ഇഷ്ടമല്ല. നമ്മൾ ഇല്ലാത്തവർക്ക് കൊടുക്കുന്ന ഭഗവാൻ ഇഷ്ടമാണ്. നമ്മളെല്ലാം തുരുക്കൂട്ടി നമുക്കുള്ള ചിലവിൽ നിന്ന് അല്പം പിടിച്ചു വെച്ച് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ആർക്കെങ്കിലും ചോദിക്കുകയൊക്കെ ചെയ്യുന്നവർക്ക് കൊടുത്താൽ അത് നല്ലത്. അങ്ങനെ ചെയ്യണം. അല്ലാതെ നമ്മൾ പാഴിക്കളഞ്ഞാൽ ആർക്കും ഇല്ലാതെ പോകുന്നത് ഒരിക്കലും ഭഗവാൻ സഹിക്കുകയില്ല. അതെനിക്ക് നിർബന്ധമായ കാര്യമാണ്. അത് ഞാൻ അങ്ങനെ തന്നെയാണ്. അത് പറഞ്ഞു കൊടുത്താലും അറിഞ്ഞ് ചെയ്യേണ്ടത് എനിക്കാരും പറഞ്ഞു തന്നതല്ല, ഞാനത് അറിഞ്ഞ് തന്നെ ചെയ്യുന്നതാണ്. എൻ്റെ മക്കൾക്കത് പറഞ്ഞു കൊടുത്താലും അവർക്ക് അങ്ങനെ അവർ ഈ കണക്ക് രജോ ഗുണമൊക്കെ ഉള്ളവർക്ക് അങ്ങനെയൊക്കെയായാലും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നു, അവരവരുടെ പോലെ ജീവിക്കുന്നു, അത്രയേ ഉള്ളൂ. എന്നാലും പോട്ടെ, സാരമില്ല. അവരും വേണ്ടുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. ഇതുപോലെ ആർക്കെങ്കിലും വിഷമങ്ങളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഈശ്വരൻ എന്താ ചെയ്യുക, അവർക്കൊരു പാഠം വരുമ്പോൾ അവരതൊക്കെ മനസ്സിലാക്കും. ഇപ്പം ആ പ്രായം കൊച്ചൊക്കെ ഇല്ലേ, അതുകൊണ്ട് എല്ലാം കൊണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്. നമുക്ക് 72ാമത്തെ ശ്ലോകം കൂടെ വായിക്കാം. എല്ലാം ഇതിൽ പറയണം. വീട്ടുകാര്യങ്ങളും നാട്ടുകാര്യങ്ങളും നമുക്ക് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇതൊക്കെ അങ്ങനെ പഠിക്കാനുള്ളതാണ് ഇതൊക്കെ പറയുന്ന മക്കളെ. യേഷാ ബ്രാഹ്മി സ്ഥിതി പാർത്ഥ നൈനാം പ്രാപ്യ വിമുഹ്യതി സ്ഥിത്വാ അന്ധകാലേപി ബ്രഹ്മനിർവാണം മൃച്ഛതി. 72ാമത്തെ ശ്ലോകം. ഇതുകൂടെ ആകുമ്പം തീരും ഈ 2ാം അധ്യായം. അല്ലയോ അർജുന, ബ്രഹ്മജ്ഞാനനിഷ്ഠ ഇപ്രകാരമാകുന്നു. ബ്രഹ്മജ്ഞാനനിഷ്ഠ ഇപ്രകാരം വെച്ചാൽ ഇതുപോലൊക്കെയാണ്. കാരണം ഈ പറഞ്ഞതൊക്കെ മനസ്സിലായില്ലേ? പ്രാരബ്ധവശം നമ്മൾ കഴിയണം, ഒന്നിനും ഇച്ഛയില്ലാതിരിക്കണം, ആഗ്രഹങ്ങളെല്ലാം മാറ്റണം, അഹങ്കാരമില്ലാതിരിക്കണം. ഇങ്ങനെയൊക്കെയാണ്. ഇങ്ങനെ പ്രാരബ്ധ രീതി തന്നെ എത്ര ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്കൊരു മിനിമം അതുപോലെ തന്നെ നമുക്ക് ജീവിച്ചു പോകണം. എന്നുവെച്ചാൽ വെറുതെ ഇല്ലായ്മയിൽ ജീവിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. പാഴിക്കളഞ്ഞൂടെ ഒന്നും, അത്രയേ ഉള്ളൂ. എന്നിട്ട് അല്ലയോ അർജുന, ബ്രഹ്മജ്ഞാനനിഷ്ഠ ഇപ്രകാരമാകുന്നു. ഈ ബ്രഹ്മജ്ഞാനനിഷ്ഠയെ പരമേശ്വര ആരാധന കൊണ്ട്, ഇങ്ങനെ ആത്മജ്ഞാന നിഷ്ഠയിലെത്തുകൊണ്ട് എന്ത് ചെയ്യണം? ഈശ്വരാരാധന. എത്രയും ഭഗവാനെ ആരാധിക്കാം അത്രത്തോളം നമ്മൾ ആരാധിക്കണം. പരമേശ്വര ആരാധന കൊണ്ട്, ലോകപിതാവായ ദൈവത്തെ ആരാധിച്ചും കൊണ്ട് അപ്പോൾ എന്ത് വരും? മനഃശുദ്ധി വരും. എത്രത്തോളം ഭഗവാനെ ആരാധിക്കാം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാം. സജ്ജന സംസർഗം കൊണ്ട് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് മനസ്സിലാക്കി വരുമ്പോൾ നമുക്ക് മനഃശുദ്ധി വന്ന് അങ്ങനെ മനഃശുദ്ധി വന്ന ഒരു പുരുഷൻ പ്രാപിച്ചിട്ട്, അങ്ങനെ ഒരു പുരുഷൻ ആ മനഃശുദ്ധിയെ പ്രാപിച്ചു വരുമ്പോൾ പിന്നെ സംസാരമോഹത്തെ പ്രാപിക്കത്തില്ല. ഇങ്ങനെയെല്ലാം ത്യജിച്ച് ഇച്ഛയെല്ലാം ആഗ്രഹങ്ങളെല്ലാം പോയി മമത ഇല്ലാത്തവനായി, അഹങ്കാരമില്ലാത്തവനായി പ്രാരബ്ധ രീതിയിൽ തന്നെ നമ്മൾ കഴിഞ്ഞുകൂടണം. എത്ര ഉണ്ടാവട്ടെ, ഭഗവാൻ എത്രയോ എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമ്മളങ്ങനെ ഉണ്ടെന്നും പറഞ്ഞ് അങ്ങനെ അഹങ്കരിച്ച് ഇല്ലാമാക്കി കളയരുത്. ആവശ്യത്തിന് എടുക്കാവൂ. എല്ലാ ആവശ്യം നടന്നു പോകണം. അതേപ്പറ്റി ഇല്ലാമാക്കി കളഞ്ഞൂടാ. അങ്ങനെ ജീവിച്ചിട്ട് അങ്ങനെയുള്ളൊരു ബ്രഹ്മജ്ഞാന നിഷ്ഠയെ പരമേശ്വര ആരാധന കൊണ്ട് ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് നമ്മൾ ആരാധിക്കണം. ഇഷ്ടംപോലെ ആരാധിക്കുമ്പോൾ നമുക്ക് മനഃശുദ്ധി ഉണ്ടാവും. അങ്ങനെ മനഃശുദ്ധി വന്നൊരു പുരുഷനെ അങ്ങനെ ഒരു പുരുഷൻ പ്രാപിച്ചിട്ട് ഇതുപോലെ ആയിട്ട് പിന്നെ ആ പുരുഷനോ അല്ലെങ്കിൽ ഒരു സ്ത്രീയോ സംസാര മോഹത്തെ പ്രാപിക്കുന്നില്ല. എന്താ മോഹം? ഈ ലോക ജീവിതത്തിലെ ആഗ്രഹങ്ങൾ. എല്ലാത്തിൽ നിന്നും നമ്മൾ വിടുതൽ നേടി ഒന്നും ആഗ്രഹങ്ങളില്ലാതെ എല്ലാം ആയിക്കഴിഞ്ഞ് ആരാധിച്ച് മനഃശുദ്ധിയും വന്ന് എല്ലാം വന്ന് പിന്നെ തിരിച്ച് ഇങ്ങനെ താഴേക്കൊരു വരവില്ല. സംസാരത്തിലേക്ക്, ഈ ലോക ജീവിതത്തിലേക്ക് ആഗ്രഹങ്ങളുമായിട്ട് വരത്തില്ല. സംസാര മോഹത്തെ പിന്നെ പ്രാപിക്കുന്നില്ല. എന്താ കാരണം? അതെല്ലാം വിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി എല്ലാത്തിലും ആഗ്രഹങ്ങളെല്ലാം നശിച്ചു. പിന്നെ ഈശ്വരനെ ധ്യാനിച്ച് എപ്പോഴും ആരാധിച്ചും പിന്നെയോ ഇത് അഹങ്കാരമില്ലാതെയും പ്രാരബ്ധ ജീവിതത്തിൽ ജീവിച്ചുകൊണ്ട് എത്ര ഉണ്ടെങ്കിലും സാധാരണ ആൾക്കാരെ കണക്ക് അഹങ്കാരമൊന്നുമില്ല. ചിലത് അങ്ങനെയല്ല, ഉണ്ടെങ്കിൽ കുറേ ഉണ്ടെന്ന് കാണിച്ചുകൊണ്ടൊക്കെ നടക്കുക, അഹങ്കാരത്തിൽ നടക്കുക. അതൊന്നും പാടില്ല. അപ്പോൾ ഇല്ലാത്തതിനെ ഒപ്പിച്ച് വലിയ കേമത്തിൽ നടക്കുകയും ചെയ്യും, അതും പാടില്ല. അതായത് ഇപ്പം ഞാൻ എങ്ങനെയാണ് അത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഞാനിപ്പോൾ സാധാരണ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന വേഷമല്ലേ, എന്തുകൊണ്ടാണ് ഈ ലോകം മൊത്തം കാണുന്നില്ല? എന്താ ഇഷ്ടം പോലെ സാരികളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കിത് സത്യത്തിൽ നിന്നിട്ട് ഉടുക്കാനേ ദേഷ്യമാണ്. അപ്പോൾ എന്താ കാരണം? ആഡംബരം വേണ്ട, നമുക്ക് നമ്മുടേതായ ജീവിതത്തിൽ മതി. അത് നമ്മുടെ ദേഹത്തെ കണ്ട് ആരും ഒന്നും മാനം തരണ്ട. ഒരു ഭക്തന് മാനാപമാനങ്ങൾ വേണ്ട. അപ്പോൾ മുമ്പ് ഏതോ ഒരു വസ്ത്രം ഇട്ടതിന് എത്രയും പെട്ടെന്ന് മാറ്റാൻ പറഞ്ഞ് ഒരു കമൻസ് വന്നു. അങ്ങനെയൊക്കെ തന്നെ, അതൊക്കെ മതി, അതൊക്കെ നല്ലത്. നമുക്ക് എന്താ വേണം? നമുക്ക് നമ്മളെ അറിഞ്ഞാൽ പോരെ. നമ്മളെ ഈശ്വരൻ നമുക്ക് ഇഷ്ടമാണെങ്കിൽ പിന്നെ നമുക്കത് പോരെ. നമ്മൾ മറ്റാരെ നന്നാക്കാനാ? നമ്മളിപ്പോൾ ഇത്തിരി ഒരുങ്ങിയെന്ന് പറഞ്ഞിട്ട് എന്താ വരാനാ? അതൊന്നുമില്ല.
കുറച്ച് നല്ല മാലയും കുറേ അതും ഇതൊക്കെ വാരിയിട്ട് നല്ല സാരി കൊടുത്ത് വേണമെങ്കിൽ ഇവിടെ നിന്ന് ഇരിക്കാം. പക്ഷെ ഒരു ദിവസം അതൊക്കെ പറ്റും? നമുക്ക് ദിവസേന നടക്കുന്ന കാര്യമാണോ? ഞാൻ ദിവസേനയല്ലേ ചെയ്യുന്നത്. എത്ര ചെല്ലി ഇതൊക്കെ കഴുകാനെടുക്കാൻ ആരാ ഉള്ളത്? ഒന്നിനും നടക്കത്തില്ല. അതുകൊണ്ട് ഇതൊന്നും പറ്റത്തില്ല, ആഗ്രഹവും ഇല്ല. അതുകൊണ്ട് ഇതെല്ലാം ത്യജിക്കണം. ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളെല്ലാം മാറി ഭോഗ അനുഭവങ്ങൾ, പ്രാരബ്ധവശനുള്ള ഭോഗങ്ങളെയൊക്കെ അനുഭവിച്ചുകൊണ്ട് അങ്ങനെ ഒതുങ്ങി സഞ്ചരിച്ച് ആരാധന കൊണ്ട് മനഃശുദ്ധി വന്ന അങ്ങനെ ഒരു പുരുഷൻ ഒരു സ്ത്രീയോ ആരാധന കൊണ്ട് മനഃശുദ്ധി വന്നാൽ പിന്നെ തിരിച്ച് ഈ ലോകചിന്തയിലേക്ക് ഒരു ആഗ്രഹത്തിലേക്കും തിരിച്ച് താഴേക്ക് വരുന്നില്ല, പ്രാപിക്കുന്നില്ല. സംസാര മോഹത്തെ ഈ ലോക ജീവിതത്തിലെ ആഗ്രഹങ്ങളുടെ പുറകെ വരുന്നില്ല. എന്താ കാരണം? ഇന്ദ്രിയങ്ങളെല്ലാം ബാധിച്ചു കഴിഞ്ഞു. പിന്നെ ഈ ലോകത്തിൽ എന്തെങ്കിലും കാണണമെന്നോ കേൾക്കണമെന്നോ, എനിക്ക് ഇന്നടത്ത് പോകണം, അല്ലെങ്കിൽ ഇന്ന ടൂറിന് പോകണം, എവിടെയൊക്കെ ഇന്നാരൊക്കെ ടൂറിസ്റ്റ് വണ്ടി പിടിച്ച് പോകുന്ന അവിടെയൊക്കെ പോകണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഈ ലോകത്തിൽ എന്തെങ്കിലും ആഗ്രഹങ്ങളോട്ട് തിരിച്ച് താഴേക്ക് വരത്തില്ല. എന്തെന്നാൽ മരണകാലത്തിൽ കൂടി ഈ ബ്രഹ്മനിഷ്ഠയിൽ കുറച്ച് സമയം മാത്രം ഇരുന്നാലും ബ്രഹ്മത്തിൽ ലയത്തെ പ്രാപിക്കുന്നു. കാരണം ഇവിടെ മരണം സമയം വരുന്നു. ഇപ്പം എനിക്കിനിയിപ്പം മരണത്തിലേക്കാണല്ലോ കടക്കണ്ടേ. അപ്പം ഞാനിപ്പോൾ ഒരു 10 ദിവസം ശരീരത്തിന് എപ്പോഴും ക്ലേശം ഉണ്ടാകുമല്ലോ. ആരോഗ്യം കുറഞ്ഞു വരുമ്പം എല്ലാവർക്കും വരും. അപ്പോൾ നമ്മൾ ചിലപ്പം 10 ദിവസം കിടന്നിരിക്കും. അപ്പോഴും ആ കിടക്കുമ്പോൾ ചിലപ്പം വയ്യാങ്കിൽ നമ്മൾ പണ്ട് ചെയ്ത ആത്മജ്ഞാനം നമ്മളിലുണ്ട്, ഇപ്പോഴും ഇതുവരെയും ഉണ്ട്. ഇന്ന് തൊട്ടൊരു 10 ദിവസം കിടന്നാലും ഇന്ന് വരെ ഉള്ളത് ഒന്നും പോകത്തില്ല മക്കളെ. അത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും ആ ബ്രഹ്മനിഷ്ഠ നമ്മുടെ ഉള്ളിൽ തന്നെ ഇരിപ്പുണ്ട്. അതെങ്ങും പോകില്ല. കിട്ടിയത് മാറ്റി, അല്ലെങ്കിൽ നമ്മൾ അങ്ങനത്തെ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ തിരിച്ച് പോകണം. അതുകൊണ്ട് അത് പോകത്തില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് മരണകാലത്തിൽ കൂടി നമുക്ക് ആ മരണത്തിലേക്കുള്ള ഓർമ്മ തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ പോലും ആ സമയം നമ്മളെ ദൈവം ഓർമ്മിപ്പിക്കും. കാരണം നമ്മൾ പ്രയത്നിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ഭഗവാനെ അന്ത്യകാലത്ത് ഭഗവാൻ വന്ന് കൊണ്ടുപോകുമ്പോൾ എനിക്ക് ഓർമ്മ വരണമെന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ആ സമയം വയ്യാതെ ലക്കില്ലാതെ കിടന്നിരിക്കുന്ന ശരീരത്തിന് ക്ഷീണം കൊണ്ട് ആ സമയം വരുമ്പോൾ നല്ല ആരോഗ്യവും വരും, നമുക്ക് ഓർമ്മയുണ്ടാകും, പരമാത്മനെ ലയിക്കാനുള്ള എല്ലാം ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് കൂടി ബ്രഹ്മനിഷ്ഠയിൽ കുറച്ച് സമയം മാത്രം ഇരുന്നാലും അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മളിപ്പോൾ 10 ദിവസമോ ഒരു മാസമോ അല്ലെങ്കിൽ ഒരു വർഷമോ വയ്യാതെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ആത്മനിഷ്ഠ ഇല്ല. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് ആത്മനിഷ്ഠ ഉണ്ട്. ഈ വയ്യാടക്കം ഇതില്ല. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് എടുക്കുന്നില്ല. വേണമെങ്കിൽ കിട്ടും. നമുക്ക് വയ്യാത്തോണ്ടും കിടക്കുന്നു, പ്രാർത്ഥനയില്ല, ധ്യാനവും ഇല്ല. അപ്പോൾ ആ സമയം, ആ മരണസമയം അടുത്ത് വരുമ്പോൾ നമ്മൾ അല്പസമയം ആ മരണം അടുത്ത് ഉടനെ നമ്മൾ എന്ത് ചിന്തിക്കും? ഭഗവാനെ അവിടേക്ക് ഭഗവാന്റെ കൂടെ അങ്ങ് പോകാണ്. എന്തെങ്കിലും താഴേക്ക് നോക്കിയോ? മരണം അടുത്തുനിന്ന് കണ്ട ഉടനെ നമ്മൾ എന്താ ചെയ്യുക? ഭഗവാനോട്ടൊക്കെ ചേരുകയാണ്, ലയം പ്രാപിക്കുക. ഒരു 5 സെക്കൻഡ് പോലും ചിന്തിക്കുന്ന തന്നെ ആത്മാവിൽ നിറഞ്ഞു കഴിഞ്ഞു. എന്താ കാരണം? ചെയ്തു വച്ചേക്കുക. 10 ദിവസം നമ്മൾ കിടന്നപ്പോൾ ഇല്ലായിരുന്നിരിക്കട്ടെ, ആ സമയം വരുമ്പോൾ അല്പസമയം മതി. അതാണ് പറയുന്നത് ബ്രഹ്മനിഷ്ഠയിൽ കുറച്ച് സമയം മാത്രം ഇരുന്നാലും. കാരണം അതുവരെ നമ്മൾ വയ്യാതെ കടന്നു പോയി, മരണത്തിലേക്ക് അടുത്ത് വന്ന് കണ്ട ആ സമയം ഒരു അല്പസമയം ഭഗവാനുള്ള ചിന്ത മതി. അവിടെ ലയം വന്നു. ആ ലയം, ആ ആത്മാനന്ദം വന്നു, ബ്രഹ്മാനന്ദാനുഭൂതി വന്നു. എന്താ കാരണം? നേരത്തെ നമ്മൾ കരുതി വെച്ചേക്കുന്നതാണ്, അതെങ്ങും പോകത്തില്ല. വയ്യായ്മ കൊണ്ട് നമ്മൾ 10 ഒരു മാസമോ ഒരു വർഷമോ അങ്ങനെ കിടന്ന് പോയാലും നമ്മുടെ ഉള്ളിൽ എപ്പോൾ ചിന്തിക്കുന്നു അപ്പോൾ അത് ലയം ഉണ്ടാകും. അതുകൊണ്ട് അല്പസമയം, കുറച്ച് സമയം മാത്രം ഇരുന്നാലും ബ്രഹ്മനിഷ്ഠയിൽ ആ ബ്രഹ്മത്തിൽ ആ ലയത്തെ നമ്മൾ പ്രാപിക്കും. അതുപോലെ എത്രയോ ദിവസം വയ്യ കിടന്നോട്ടെ, മരണസമയത്തായാലും ഇടയ്ക്കായാലും നമ്മൾ അല്പമെങ്കിലും നമുക്ക് ഓർമ്മ, ഈശ്വരനുള്ള ചിന്ത വന്നാൽ മതി. ആ ഈശ്വര ചിന്ത മാത്രം മതി, ഓർമ്മ മാത്രം മതി. അവിടെ ലയം എപ്പോഴും ഉണ്ട്. അതെങ്ങൊന്നും വരണ്ട, അവിടെ ഉള്ളതാണ്. അത് വന്നു കഴിഞ്ഞതാണ് നേരത്തെ. അത് അവിടെ നിന്ന് എങ്ങും പോകത്തില്ല. അതുകൊണ്ട് ആ മരണസമയം നമുക്ക് വരുമ്പോൾ ഭഗവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും. അപ്പോൾ ആനന്ദ ലഹരിയിൽ പരമാത്മ ലയിച്ച് ആ ബ്രഹ്മാനന്ദാനുഭവം അനുഭവിച്ച് ആ ലയത്തിൽ, ആ മൂലത്തിൽ തന്നെ നമുക്ക് ആ ഭഗവാനോടങ്ങ് ലയിക്കാം. അപ്പോൾ നമ്മൾ എന്താ അങ്ങ് ലയിക്കുന്നത്? ഇന്ദ്രിയങ്ങളെ നേരത്തെ അടക്കി കഴിഞ്ഞു. ഇന്ദ്രിയങ്ങളെ അടക്കില്ലെങ്കിൽ അയ്യോ എനിക്കിപ്പം മരണമുണ്ട്, എല്ലാവരെയും ആളിനെ വിളിച്ചു കൂട്ട്, എൻ്റെ മോനെ വിളിച്ചുകൊണ്ട് പോവാ, എനിക്ക് കാണണം, എൻ്റെ ഇന്നാരെ കാണും, എൻ്റെ കൊച്ചന്തി അതിനെ കാണും, ഇതിനെ കാണും, അങ്ങനെ ഇങ്ങനെയൊക്കെ ബഹളം കൂട്ടും. എന്താ? ഇന്ദ്രിയങ്ങളെ അടക്കാത്ത ഈ ലോക പ്രാണികൾ, ഈ മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന മനുഷ്യർ. അതാണ് ഇവിടെ പ്രാണികൾ എന്ന് നേരത്തെ പറഞ്ഞത്. അപ്പോൾ ഈ ആത്മീയമായ നിറവും ലയം പ്രാപിക്കാത്ത, മോക്ഷത്തെ കൈവരിക്കാത്ത ഒരു വ്യക്തി ഇതുപോലെ പറയുമോ, എനിക്ക് കാണണം, ഇന്നാരെ കണ്ടേ പറ്റുമോ, എനിക്ക് ഇന്നാരെ വിളിച്ചുകൊണ്ട് പോകാൻ കാണണം, എനിക്കിപ്പം മരണം അടുത്തിട്ടുണ്ട് എന്നും പറയും. ബഹളം കൂട്ടുന്നത് എന്താണ്? ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ടില്ല. ഇന്ദ്രിയങ്ങളെ അടക്കിയൊരു വ്യക്തിക്ക് മരണസമയം വരുമ്പോൾ ഉടനെ ആനന്ദാനുഭൂതിയിൽ ലയിച്ചു പോകും. ഇവിടെ പുറത്ത് ഈ ലോകത്ത് ആരുണ്ടെന്നോ, മോളുണ്ടെന്നോ മോനുണ്ടെന്നോ ഭർത്താവുണ്ടെന്നോ ഒന്നും ഒരു ചിന്തയില്ല. കാരണം എന്താ? സർവ്വത്തിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ്.
ആത്മനിഷ്ഠയിൽ ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി മനസ്സിനെ അടക്കിയ വ്യക്തിക്ക് പിന്നെ താഴേക്ക് വരുമോ? മോഹത്തെ പ്രാപിക്കുമോ? എന്താ മോഹം? മോനെ കാണണം ആഗ്രഹം വരുമോ? വരത്തില്ല. എനിക്ക് കൊച്ചുമക്കളെ കാണണം വരുമോ? എന്താ കാരണം? കാണാനുള്ള ആഗ്രഹത്തിലെല്ലാം പിന്നെ വിടുതൽ കിട്ടിക്കഴിഞ്ഞു, ത്യജിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് വരാത്തത്. അതുകൊണ്ട് എവിടെ പോകും? പിന്നെ പരമാത്മാവിലേക്ക് ലയിക്കും. കാരണം എന്താ? ഇന്ദ്രിയങ്ങൾ അവിടേക്കാണ് വെച്ചേക്കുന്നത്, ഉള്ളിലേക്ക് അടക്കി കഴിഞ്ഞു. ആ ലയം അവിടെ പ്രാപിച്ചു കഴിഞ്ഞു. ഒരിക്കലും ആ ഇന്ദ്രിയം മോഹത്തെ പ്രാപിക്കുന്നില്ല. ഈ ലോകമോഹത്തിലേക്ക് എനിക്ക് ഇന്നാരെ കാണണമെന്നോ, എനിക്ക് ഇന്നത് കുടിക്കണം, എനിക്ക് ഇന്നത് തിന്നണം, ഞാനിപ്പോൾ മരിക്കും, നാളെ എനിക്ക് ഇന്ന കറി വെച്ച് തരണേ, അങ്ങനെയൊക്കെ ചിലർ പറയുന്നവരുണ്ട്. ഇതിലൊന്നും രസനേന്ദ്രിയത്തിൻ്റെ അടക്കി, നേത്രേന്ദ്രിയം അടക്കി. ആരെ കാണണമെന്ന് പറയുമോ? ഇല്ല. എനിക്ക് ഇന്നത് കേൾക്കണമെന്ന് പറയുമോ? ചെവി ഇല്ല. എന്താ? എല്ലാത്തിനെയും പിൻവലിച്ചു, നിഗ്രഹിച്ചു. മനസ്സ് മറ്റെവിടെയെങ്കിലും പോകുമോ? ഇല്ല. എവിടെ ഇരിക്കും? മനക്കണ്ണ് പരമാത്മാവിൽ ആ നിഷ്ഠയിൽ തന്നെ ഇരിക്കും. മരണമെന്ന് കേൾക്കുമ്പോഴേ ആനന്ദം ഉണ്ടാകും. മരണം അടുത്തോ, ഭഗവാൻ ഇപ്പോൾ വരും, എനിക്കിപ്പോൾ ഭഗവാനോട് പോകാം. ആ ഒരു ചിന്ത മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ. ഒരിക്കലും താഴേക്ക് മോഹത്തെ പ്രാപിക്കുന്നില്ല എന്നാണ് മക്കളെ പറയുന്നത്. എന്താ നിങ്ങൾ തീരുമാനിക്കുന്നത്? ഇങ്ങനെ പോകണോ, അതോ എനിക്ക് ഇന്നാരെ കാണണോ, എനിക്ക് ഇങ്ങനെ പറയൂ? ഏതാ നല്ലത്? എല്ലാവരും തിരഞ്ഞെടുക്കാം. എല്ലാവർക്കും കമൻസ് ഇടും നാളെ ആർക്ക് എന്താ വേണ്ടതെന്ന്. എനിക്ക് കുറച്ച് മക്കളാരും എനിക്കറിയാം, കാരണം അവരൊക്കെ നിർത്തില്ലാത്ത പ്രാർത്ഥനയാണ് ഇപ്പോൾ. അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ഇത് നമുക്ക് 2-ാം അധ്യായം തീർന്ന്. ഇത് ശ്രീമദ് ഭഗവത്ഗീത ഉപനിഷത് വിദ്യയാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ യോഗോ നാമ ദ്വിതീയോ അധ്യായ. സാഖ്യയോഗം എന്ന 2-ാം അധ്യായം സമാപ്തഃ. ഇനി നമുക്ക് 3-ാം അധ്യായം വായിക്കണം. ഞാനിത് ആദ്യമായിട്ടൊക്കെ ഇങ്ങനെ വായിച്ച് പറഞ്ഞു. അതിന് ഇങ്ങനെ വായിച്ചിട്ടുണ്ടെങ്കിലും ഇതിലുള്ള സാരങ്ങളെ എനിക്ക് അറിയാം. ഇപ്പം എനിക്ക് ഇതൊക്കെ പറയാൻ അറിയാം. എന്താ, നമ്മളങ്ങനെ ആയിത്തീരുമ്പോൾ നമുക്കിതൊക്കെ അർത്ഥങ്ങൾ പറയാൻ മനസ്സിലാവും. അല്ലെങ്കിൽ നമുക്ക് പിടികിട്ടത്തില്ല എന്താന്ന്. എല്ലാവർക്കും നമസ്കാരം മക്കളെ. എല്ലാവർക്കും സുഖം ഭവിക്കണം. ഇതുപോലെ ആയിത്തീരണം എല്ലാവരും. എന്തൊരാനന്ദമാണ് ഭഗവാനിൽ ലയിക്കുക എന്ന് പറഞ്ഞാൽ. നമുക്ക് മരണസമയത്ത് ഭഗവാനിൽ ചേരുക എന്ന് പറഞ്ഞാൽ അതിന് നേരത്തെ ചേർന്നിരുന്നെങ്കിലേ ആ സമയത്ത് പോകാൻ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞക്ക് ഈ ലോകചിന്തയിൽ നിന്ന് വിടുതൽ വരത്തില്ല. അപ്പോൾ നമ്മൾ ഓരോരുത്തരെ കാണണം. എനിക്ക് എൻ്റെ കുഞ്ഞിനെ കണ്ടില്ലല്ലോ, നമ്മൾ ആ ദുഃഖത്തിൽ കണ്ടില്ലെങ്കിൽ ചിലപ്പോൾ ഗൾഫിലെങ്ങാണായിരിക്കും. കാണുന്നതിന് മരിച്ചു. പിന്നെ എന്ത് കഷ്ടമാണ്. പിന്നെ ഒരു ജന്മം ജനിച്ചു വരണ്ടേ കാണാനായിട്ട്. പിന്നെ കണ്ടോ കണ്ടിരുന്ന ആർക്കറിയാം? ഇതൊക്കെ ആഗ്രഹങ്ങൾ പാടണ്ടോ? എല്ലാം ആഗ്രഹം തീർന്നിട്ട് വേണ്ടേ നമുക്ക് പോകാൻ. അതുകൊണ്ട് എല്ലാവരും ഇത് മനസ്സിലാക്കണം. സർവ്വപേരും നമുക്ക് ഇതൊന്നും സമയം പോയി. ഇപ്പോഴൊന്നും അല്ല, ഈ 60-ാം പക്കത്തിലല്ല. ഇതൊക്കെ കുട്ടിനാളിലെ എടുത്ത് ഇപ്പം എൻ്റെ കണക്ക് വിശ്രമിക്കേണ്ട സമയമാണ്. ഞാനിപ്പം വിശ്രമിക്കുകയാണ്. എന്നേരത്തെ നമ്മുടെ ഉള്ളിലുള്ള കിട്ടുമൊന്നും പോകത്തില്ല. നമുക്കിപ്പോൾ ആനന്ദത്തിലിരിക്കുകയാണ്. അവിടെ വിശ്രമം എന്ന് വെച്ചാൽ നമുക്ക് ആനന്ദമാണ്. അതാണ് വിശ്രമം. ധ്യാനമൊക്കെ ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നമുക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധ്യാനവും നിഷ്ഠയൊക്കെ ഉണ്ട്. അത് എപ്പോഴും ഉണ്ടല്ലോ. അതാണ് ഇപ്പം വിശ്രമം എന്ന് പറയുന്നത്. അപ്പം വിശ്രമിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇതൊക്കെ ഞാൻ ചെയ്തു തരുന്നത്. അല്ലെങ്കിൽ ഞാനും മക്കളെ പോലെ എപ്പോഴും ഭഗവാനെ എനിക്ക് ധ്യാനം കൊണ്ട് ഞാനും ഇരിക്കണ്ടേ, അങ്ങനൊരു അതൊന്നും ഇപ്പോൾ വേണ്ട. നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ധ്യാനിക്കാം. ഇതൊക്കെ പറയുമ്പോഴും ധ്യാനം തന്നെ ആണല്ലോ. ഈ പ്രവൃത്തികളെല്ലാം അതാണല്ലോ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.